ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച സുഗം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭा ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോ നയാതി പരാംഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായാഃ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യഃ കർണാഞ്ജലി സംബുഡൈരഹരഹർ സമ്യക് പിബത്യാദരാത് വാൽമീകേർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു. ജന്മവ്യാധിജരാവിപത്തിമരണൈഃ അത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോഃ പദം ശാശ്വതം. തദുപഗത സമാസ സന്ധിയോഗം സമമധുരോപനതാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയധ്വം. വാൽമീകിഗിരിസംഭൂതാ രാമസാഗരഗാമിനി പുനാദിഭുവനം പുണ്യാ രാമായണ മഹാനദി. ശ്ലോകസാരജലാകീർണം സർഗകല്ലോലസങ്കുലം കാണ്ഡഗ്രാഹമഹാമീനം വന്ദേ രാമായണാർണവം. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദഃ പ്രാചേതസാദാസീത് സാക്ഷാത് രാമായണാത്മനാ. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ
मध्ये पुष्पगमासने मणिमये वीरासने सुस्थितम् अग्रे वाचयति प्रभञ्जनसुते तत्त्वम् मुनिभ्यः परम् व्याख्यान्तम् वरदादिभिः परिवृतम् रामम् भजे श्यामलम् वामे भूमिसुता पुरश्च हनुमान् पश्चात् सुमित्रासुतः शत्रुघ्नो भरतश्च पार्श्वजलयोः वायुवादिकोणेषु च सुग्रीवश्च विभीषणश्च युवराट् तारासुतो जाम्बवान् मध्ये नीलसरोजकोमलरुचिम् रामम् भजे श्यामलम् नमोऽस्तु रामाय सलक्ष्मणाय देव्यै च तस्यै जनकात्मजायै नमोऽस्तु रुद्रेन्द्रयमानिलेभ्यः नमोऽस्तु चन्द्रार्कमरुद्गणेभ्यः ओम श्री सीता लक्ष्मण भरत शत्रुघ्न हनुमल समेत श्री रामचंद्र स्वामिने नमः। ओम श्री आंजनेय स्वामिने नमः। ओम नमः परमर्षिभ्यो नमः परमर्षिभ्यः। ओम श्री गुरुभ्यो नमः। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. രാമായണ മാസം 5-ാം ദിവസത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാളെ ഗുരുപൂർണിമയാണ്. ആഷാഢമാസത്തിലെ പൗർണമിയാണ് ഗുരുപൂർണിമയായിട്ട് ആചരിക്കുക. വ്യാസജയന്തി അഥവാ വ്യാസപൂർണിമ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു വിശേഷ ദിവസമാണ് നാളെ. എല്ലാവരും കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് ഗുരുപൂർണിമ, അല്ലേ? മറ്റത് ഓരോരുത്തർക്കും ഓരോ ദിവസം വിശേഷമാണ്. വൈഷ്ണവന്മാർക്ക് കൃഷ്ണാഷ്ടമി അല്ലെങ്കിൽ രാമനവമി അതുപോലെയുള്ള ദിവസങ്ങളാണ് വൈഷ്ണവർക്ക് പ്രധാനം. ശൈവന്മാർക്ക് ശിവരാത്രി മുതലായതാണ്, അല്ലെങ്കിൽ ആർദ്ര ദർശനം, അല്ലേ, തിരുവാതിര, അതൊക്കെയാണ് ശൈവന്മാരുടെ വിശേഷങ്ങള്. ശാക്തേയന്മാർക്ക് നവരാത്രി മുതലായിട്ടുള്ള 4 നവരാത്രികളുണ്ട്. അതില് ശരത് നവരാത്രി ഏറ്റവും വിശേഷം. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദിവസങ്ങൾ വിശേഷമാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ വിശേഷമാണ് ഗുരുപൂർണിമ. കാരണം വ്യാസനെ എല്ലാവർക്കും സമ്മതമാണ്. കാരണം വ്യാസനാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അടിത്തറ ഭദ്രമാക്കിയിട്ടുള്ളത്.
ഹരിയും വരാൻ അപ്പോ സനാതനധർമ്മത്തിന്റെ അടിത്തറ ഭദ്രമാക്കിയ മഹാഗുരു, ഗുരുക്കന്മാർക്കെല്ലാം ഗുരുവാണ് വേദവ്യാസ ഭഗവാൻ. ഋഷീശ്വരന്മാർ പല ശാഖകളായി പല ദിക്കിൽ നിന്ന് ഉപദേശിച്ചതായിട്ടുള്ള വേദങ്ങളെ മുഴുവൻ സമാഹരിച്ച് അവയെല്ലാം 4 വോള്യൂം ആക്കി, അഥവാ ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെയുള്ള അതിന്റെ ഗണത്തിനനുസരിച്ച് അതിനെ കമ്പൈൽ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഭദ്രമാക്കി ലിഖിത സ്ഥൂല രൂപത്തിലാക്കിയവൻ. മറ്റത് സൂക്ഷ്മ രൂപത്തിലായിരുന്നു വേദം. ശ്രുതി എന്നാണ് വേദത്തിന് പേര്. ശ്രവണ പരമ്പരയാ ഗുരു ശിഷ്യന്മാർക്ക് ഓതിക്കൊടുക്കുക, ചെവിയിൽ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പരമ്പരയാ കേട്ട് പഠിച്ചായിരുന്നു വന്നിരുന്നത്. എഴുതി പഠിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. പക്ഷെ കാലം കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു ഈ ശാഖകളെല്ലാം. അതുകൊണ്ടാണ് അത് സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടായത്. അതിനുവേണ്ടി തന്നെ സാക്ഷാൽ ഭഗവാൻ നാരായണൻ തന്നെയാണ് വ്യാസരൂപത്തിൽ അവതരിച്ചത്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. വ്യാസൻ വിഷ്ണു തന്നെയാണ്. ആ ഭഗവാന്റെ അവതാരമായ വ്യാസനിലൂടെ ദ്വാപരയുഗത്തില് ഈ വേദങ്ങൾ ലിഖിത രൂപത്തിൽ എഴുതി വെക്കപ്പെട്ടു. 18 പുരാണങ്ങൾ, മഹാഭാരതം എന്ന മഹാ ഇതിഹാസം, ഇതെല്ലാം സാധാരണക്കാർക്ക് വേണ്ടി രചിച്ചതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ എല്ലാം സിദ്ധാന്തം എന്താണെന്ന് സംഗ്രഹിച്ച് 555 സൂത്രവാക്യങ്ങളെ കൊണ്ട് ബ്രഹ്മസൂത്രം എന്ന വേദത്തിന്റെ ത്രെഡാണ് ബ്രഹ്മസൂത്രം. എന്താണ് വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അത്യന്തം സൂക്ഷ്മമായിട്ടുള്ള കണ്ടന്റ്, അതിനെ എടുത്ത് നൂല് മാത്രം എടുത്തിരിക്കണം. അതിന്റെ എന്താ പറയുക, അലങ്കാരങ്ങളൊക്കെ മാറ്റിയിട്ട് പൊടുപ്പും തൊങ്കലൊക്കെ മാറ്റി അതിന്റെ ത്രെഡ് മാത്രം ഊരിയെടുത്ത് നമുക്ക് തന്നതാണ് ബ്രഹ്മസൂത്രം എന്നുള്ള സിദ്ധാന്തം. ലോജിക്കലി അവതരിപ്പിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ആ സനാതനധർമ്മത്തിന്റെ അടിത്തറ, പ്രസ്ഥാനത്രയങ്ങൾ എന്ന് പറയുന്ന ഉപനിഷത്തുക്കളാവട്ടെ, ഭഗവത്ഗീതയാകട്ടെ, ഈ ബ്രഹ്മസൂത്രമാകട്ടെ, ഇതൊക്കെ വേദവ്യാസന്റെ കൈകൊണ്ട് എഴുതപ്പെട്ടതാണ്. ആ അടിത്തറയിലാണ് നമ്മുടെ ധർമ്മം ഇന്നും നിലനിൽക്കുന്നത്. അപ്പോ ആ വ്യാസനാൽ പറയപ്പെടാത്തതായിട്ട് ഒരു ശാഖകളുമില്ല, ഒരു ശാസ്ത്രങ്ങളുമില്ല. അതുകൊണ്ട് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറയുന്നു. ഈ ലോകത്തിൽ എന്തുണ്ടോ ജഗത്തില് സർവം വ്യാസ ഉച്ഛിഷ്ടം, വ്യാസന്റെ വാക്കിൽ കൂടെ വന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ ദാർശനികന്മാർക്കും ഗുരുവാണ് വേദവ്യാസൻ. എല്ലാ മതക്കാർക്കും, നമ്മുടെ സനാതനധർമ്മത്തിൽ പല മതങ്ങളുണ്ട്. ശൈവം, വൈഷ്ണവം, ശാക്തേയം, ഗാണപത്യം, കൗമാരം, സൗരം. അതിന്റെ മറ്റ് ദാർശനികന്മാരായിട്ട് സാഖ്യന്മാര്, യോഗികള്, നൈയായികന്മാര്, വൈശേഷികന്മാര്, പൂർവമീമാംസകർ, അല്ലെ, വേദാന്തികൾ, ഇങ്ങനെ ആരൊക്കെ ഉണ്ടോ
അതിൽ തന്നെ വേദാന്തത്തിൽ തന്നെ അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതം, ഇങ്ങനെ ഏതൊക്കെ ശാഖകളുണ്ടോ എല്ലാവർക്കും വ്യാസൻ ഗുരുവാണ്. അതുകൊണ്ട് ഈ വ്യാസന്റെ ജയന്തി ഏറ്റവും വിശേഷം. ഭാരതം മുഴുവനല്ല, ലോകം മുഴുവൻ ഇപ്പൊ സനാതനധർമ്മം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആചരിക്കപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളും മറക്കരുത്, നാളത്തെ ദിവസം ആ വേദവ്യാസനെ, ഗുരു പരമ്പരകളെ മുഴുവൻ സ്മരിക്കാനുള്ള ദിവസമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നാളെ. അപ്പൊ എല്ലാവർക്കും ആ ഗുരു പരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗുരു പൂർണിമ ആശംസകൾ. എല്ലാവരും അവരവരുടെ ഗുരുക്കന്മാരെ ചെന്ന് കാണുകയും നമസ്കരിക്കുകയും ദക്ഷിണ കൊടുക്കുകയും അവരുടെ വാക്കുകൾ കേൾക്കുകയും ഒക്കെ ചെയ്യാനുള്ള ദിവസം കൂടിയാണ്. അപ്പൊ അതിനൊക്കെയുള്ള സൗകര്യം, ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് രാമായണ മാസത്തിലേക്ക് വരാം. ഇന്ന് ഇവിടെ നമ്മൾ വാൽമീകി രാമായണം അയോധ്യാകാന്ഡമാണ് ഈ വർഷം കണ്ടുകൊണ്ടിരിക്കുന്നത്. അയോധ്യാകാന്ഡം രാമായണത്തിലെ ഏറ്റവും വലിയ കാണ്ഡവും വിശേഷപ്പെട്ട കാണ്ഡവും. വലിയ കാണ്ഡം യുദ്ധകാന്ഡമാണ്, എന്നാൽ വിഷയ ഗൗരവം കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാണ്ഡം അയോധ്യാകാന്ഡമാണ്. 119 സർഗങ്ങളാണ് അതിലുള്ളത്. അതില് നമ്മളിപ്പോ 8ാം സർഗത്തിലേക്ക് എത്തി കഴിഞ്ഞ 4 ദിവസം കൊണ്ട്. വേഗത്തിൽ പോകണം, എന്നാലേ 119 സർഗം 30-31 ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും വേഗം പോവാണ്. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് മന്ദരയുടെ ഉപജാപം. രാമാഭിഷേകം തീരുമാനിക്കപ്പെട്ട ഒരുക്കങ്ങളൊക്കെ രാത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ സന്ദർഭം വളരെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ 4 ദിവസവും കണ്ടു. ഇനിയും അത് പറയേണ്ട കാര്യമില്ല. അപ്പോ ഇത് അറിയാതിരുന്ന കൈകേയിയും മന്ദരയും അന്തഃപുരത്തിലായിരുന്നു അവര്. അകത്തളങ്ങളിൽ ഈ കോലാഹലങ്ങളൊന്നും എത്തില്ല, അല്ലെ? അത്രയും ഒരു പ്രൈവസി ഉള്ളതാണ് ഈ രാജകൊട്ടാരങ്ങളൊക്കെ. അതുകൊണ്ടാണ് പുറത്ത് നടക്കുന്ന കോലാഹലങ്ങളൊന്നും അവര് അറിയാതിരുന്നത്. അപ്പോ എന്തായാലും ഈശ്വര നിശ്ചയം, യദൃച്ഛയ എന്നാ പറഞ്ഞത്. ആ മന്ദര മാളിക മുകളിലേക്ക് ഒന്ന് കയറിയതാണ്. അന്തഃപുരത്തിൽ നിന്ന് മാളിക മുകളിലേക്ക് കയറി മട്ടുപ്പാവിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴാണ് ആകെ കോലാഹലം, ബഹളം. അപ്പോഴാണ് കൗസല്യ ധാരാളം ദാനങ്ങളൊക്കെ കൊടുക്കുന്നു. ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും ഒക്കെ ദാനങ്ങൾ ചെയ്യുന്നതാണ് നേരെ കാണുന്നത് താഴെ. അപ്പൊ ആ ധാത്രിയെ വിളിച്ച് ചോദിക്കുകയാണ്, എന്താ വിശേഷം എന്ന് മന്ദര ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ ധാത്രി സന്തോഷപൂർവ്വം അറിയിച്ചത്, രാമന്റെ അഭിഷേകം നാളെ രാവിലെ നിശ്ചയിച്ചിരിക്കുന്നു. പുഷ്യ നക്ഷത്രത്തിൽ രാമന് അഭിഷേകം ചെയ്യാൻ പോകുന്നു. ഇത് കേട്ടതും മന്ദര കോപിഷ്ഠയായിട്ട് ചവിട്ടി കുലുക്കി അവിടുന്ന് മാളികയിൽ നിന്ന് താഴെ നേരെ ചെന്നത് ശയിച്ചു കിടക്കുന്ന കൈകേയിയുടെ അടുത്തേക്കാണ്. രാത്രി ഒരുപാട് വൈകിക്കഴിഞ്ഞു. ദശരഥൻ ഇനിയും അവിടേക്ക് എത്തിയിട്ടില്ല. കാരണം ദശരഥൻ അന്തഃപുരത്തിലെ ഒരുക്കങ്ങൾ, മറ്റേ കൊട്ടാരത്തിലെ ഒരുക്കങ്ങളെല്ലാം നേതൃത്വം കൊടുക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യം ഈ വിവരം അറിയിക്കുന്നത് ഇപ്പോ മന്ദരയാണ്. അപ്പൊ മന്ദര വളരെ കോപത്തോടുകൂടെ, നീ ഇങ്ങനെ കിടന്നുറങ്ങിക്കോ, നിനക്ക് ആപത്ത് വന്നിരിക്കണു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോ കൈകേയി ചോദിച്ചു, എന്താണ് ആപത്ത്, എന്താ വിശേഷം? അപ്പോഴാണ് പറയുന്നത്, രാമന് രാജ്യാഭിഷേകമാണ് നാളെ, നീ അറിഞ്ഞില്ലേ? ഇതാണ് ഏറ്റവും വലിയ ആപത്ത്. കാരണം നീയും ഭരതനും രാമന്റെ ദാസന്മാരായി, കൗസല്യയുടെ ദാസന്മാരായി തീരാൻ പോവാണ്. നിന്റെ സപത്നിയായ കൗസല്യക്ക് സർവ്വ ഐശ്വര്യവും വന്നു ചേരുകയാണ്. കൗസല്യയും സുമിത്രയും വാഴ്ത്തപ്പെടും രാജമാതാക്കളായിട്ട്. പക്ഷെ നീ മാത്രം ഇവിടുത്തെ ദാസിയായി കഴിയേണ്ടി വരും. ഇനി ഭരതനെ രാജ്യത്തു നിന്ന് അടിക്കളഞ്ഞാലും കൊന്നുകളഞ്ഞാലും അതിശയിക്കേണ്ടതില്ല. കാരണം ഭരതൻ രാമന് ഭീഷണിയാണ്. അടുത്ത അവകാശി ഭരതനായതുകൊണ്ട് രാമൻ എപ്പോഴും ഭയമുണ്ടാവും ഭരതനെ കുറിച്ച്. അതുകൊണ്ട് ആ ഭരതനെ രാജ്യത്തു നിന്ന് പുറത്താക്കാനോ കൊന്നുകളയാനോ മടിക്കില്ല. ഇമാതിരിയൊക്കെ പറഞ്ഞിട്ടാണ് ഈ മന്ദര കൈകേയിയുടെ ബുദ്ധിക്ക് ഭ്രമം ഉണ്ടാക്കുന്നത്. പക്ഷെ അത് ആദ്യം കേട്ടപാടെ
ആഭരണം എടുത്തു കൊടുത്തു എന്നാണ്. സന്തോഷമായിട്ട് രാമന്റെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട്, കൈകേയി പുകഴ്ത്തിക്കൊണ്ട്, രാമന്റെ യോഗ്യതകൾ പറഞ്ഞ്, എനിക്ക് രാമനും ഭരതനും ഒരുപോലെ തന്നെയാണ്, വ്യത്യാസമേ ഇല്ല. രാമന് ഭരതനേക്കാൾ എന്നോട് സ്നേഹമുണ്ട്, എന്നെ ശുശ്രൂഷിക്കാനാണ് അവന് ഇഷ്ടം, കൗസല്യേക്കാൾ എന്നോട് സ്നേഹമുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ രാമൻ രാജാവാകുന്നതിൽ എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല, ഭരതൻ രാജാവായതുപോലെ തന്നെയാണ്, എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ആഭരണം ഊരിക്കൊടുക്കുന്നത്. പക്ഷേ ആ മന്ദര ആഭരണത്തെ വലിച്ചെറിഞ്ഞു. നീയും നിന്റെ സമ്മാനം എന്ന് പറഞ്ഞിട്ട് അതിനെയൊക്കെ വലിച്ചെറിഞ്ഞ് നീ വരാനിരിക്കുന്ന ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്ന ഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെയും കണ്ടു, അതിന്റെ തുടർച്ചയാണ് ഇന്ന്. അപ്പൊ എല്ലാം ആവർത്തിക്കാൻ പറ്റില്ല, കഴിഞ്ഞു പോയതൊക്കെ അതിന്റെ ഒരു ജിസ്റ്റ്, ഒരു നക്ഷൽ ഇതാണെന്ന് പറഞ്ഞതാണ് ഇന്ന് പുതിയതായിട്ട് വന്നിരിക്കുന്നവർക്ക് അറിയാൻ വേണ്ടി. അപ്പൊ 8-ാം സർഗത്തിലെ 29-ാം ശ്ലോകം വരെയാണ് ഇന്നലെ കണ്ടു നിർത്തിയത്. അവിടെ പറഞ്ഞത്, ഭരതന്റെ സഹായിയായ, ഭരതന് അനുകൂലമുള്ള ശത്രുഘ്നൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവുമായിരുന്നു. ആ ശത്രുഘ്നനും ഭരതന്റെ കൂടെ പോയിരിക്കണമല്ലോ എന്നുള്ളൊരു ആവലാതിയാണ് പറഞ്ഞത്. ശത്രുഘ്നൻ ഉണ്ടെങ്കിലും ഇങ്ങനെ നടക്കില്ല, ഈ അഭിഷേകം നടക്കില്ല, അതിനെന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് കാണാം. സൂയദേഹി ദ്രുമക്കശ്ചിത് ചേതവ്യോ വനജീവിഭിഃ സന്നികർഷാദിശീഗാഭിഃ മോചിത പരമാഭയാത് ഗോപ്താ ഹി രാമം സൗമിത്രിഃ ലക്ഷ്മണം ചാപി രാഘവഃ അശ്വിനോരിവ സൗഭ്രാത്രം തയോർലോകേഷു വിശ്രുതം തസ്മാന്ന ലക്ഷ്മണേ രാമഃ പാപം കിഞ്ചിത് കരിഷ്യതി രാമസ്തു ഭരതേ പാപം കുര്യാദേവ ന സംശയഃ. ഇന്നലെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടാണ് 30-ാം ശ്ലോകത്തില് ശ്രൂയതേഹി ദ്രുമക്കശ്ചിത് ചേതവ്യോ വനജീവിഭിഃ സന്നികർഷാദ് ഇഷീഗാഭിഃ മോചിതഃ പരമാഭയാത്. വനജീവികൾ എന്ന് പറഞ്ഞാൽ വനത്തിൽ ഉപവാസം, എന്താ പറയുക, വനത്തിൽ വസിക്കുന്ന കാട്ടുജാതികൾ, അല്ലാതെ മറ്റു ജന്തുക്കളല്ല, മനുഷ്യർ, കാട്ടുജാതികളായ മനുഷ്യരാൽ ചേത്തവ്യ കശ്ചിത് ദ്രുമഃ, ഛേദിക്കാനായിട്ട് തീരുമാനിച്ച, മുറിച്ചെടുക്കാൻ തീരുമാനിച്ച ഒരു വലിയ വൃക്ഷം. പക്ഷെ അത് ഇഷീഗാഭിഹി സന്നികർഷാത് പരമാഭയാത് മോചിതഃ ഇതി ശ്രൂയതേഹി. ഇഷീക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പുല്ലുകളാണ്, നല്ല വാള് പോലെയുള്ളതായിട്ടുള്ള, കത്തി പോലെയുള്ളതായിട്ടുള്ള മൂർച്ചയേറിയ ഗ്ലാസ് ബ്ലേഡുകളാണ്. അപ്പൊ അതിന്റെ അടുത്തേക്ക് ആളുകൾ പോകാൻ മടിക്കും, അല്ലെ? നല്ല മുള്ളൊക്കെ ഉള്ളതായിട്ടുള്ള ചെടികളുടെ അടുത്തേക്ക് ആളുകൾ പോകാൻ മടിക്കില്ലേ? അതുപോലെ ഈ മരത്തിന്റെ ചുറ്റും നിറയെ ഈ കാട്ടുപുല്ലുകള് വലുതായിട്ട് വളർന്നു നിന്നിരുന്നു. അത് കാരണം അവര് മരം വെട്ടുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു, ഉപേക്ഷിച്ചു. ആ മരം രക്ഷിക്കപ്പെട്ടു. ആരാൽ? വെറും പുല്ലുകളാൽ പോലും. അങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെയാണ് ലക്ഷ്മണൻ ഭരതന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഇവിടെ ഉണ്ടെങ്കിൽ, ആ ലക്ഷ്മണനെ കൊണ്ട്, അല്ല സോറി, ശത്രുഘ്നന്റെ കാര്യമാണ് പറയുന്നത്. ശത്രുഘ്നൻ ഭരതന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ ഭരതനും ശത്രുഘ്നാൽ രക്ഷിക്കപ്പെട്ടേനെ. ഇതുപോലെ ഈ പുല്ലുകൾ എങ്ങനെയാണോ ആ വൻമരത്തെ രക്ഷിച്ചത് വന്യജീവികളിൽ നിന്ന്, അതുപോലെ എന്ന് ഒരു ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോ ഗോപ്താഹി രാമം സൗമിത്രിഹി ലക്ഷ്മണം ചാപി രാഘവഃ. ആ സൗമിത്രി രാമം അപി രാഘവഃ ലക്ഷ്മണം ച ഗോപ്ത. ഇവിടെ സൗമിത്രി എന്നാൽ ലക്ഷ്മണൻ. ആ ലക്ഷ്മണൻ രാമനെയും രാമൻ ലക്ഷ്മണനെയും പരസ്പരം രക്ഷിക്കുന്നവരായിരിക്കും. അവർ തമ്മില് നല്ല ചർച്ചയാണ് എപ്പോഴും. തയോഹോ സൗഭ്രാത്രം അശ്വിനോഹോ ഇവ ലോകേഷു വിശ്രുതം. അവർ തമ്മിലുള്ള സൗഭ്രാത്രം എന്ന് പറഞ്ഞാല് നല്ല സുഷ്ടുവായ ഭ്രാതൃഭാവം, നല്ല സഹോദര സ്നേഹം. രാമലക്ഷ്മണന്മാർ തമ്മിലുള്ള സഹോദര സ്നേഹം അശ്വിനോഹോ ഇവ ലോകേഷു വിശ്രുതം. അശ്വിനോഹോ എന്ന് പറഞ്ഞാൽ അശ്വിനി ദേവന്മാര്, സൂര്യഭഗവാന് സംജ്ഞ എന്ന് പറയുന്ന ഭാര്യയിലുണ്ടായ ഇരട്ട കുട്ടികളാണ് നാസത്യൻ, ദസ്രൻ എന്ന് രണ്ടു പേരിൽ അറിയപ്പെടുന്ന അശ്വിനകുമാരന്മാര്. അവരെങ്ങനെയാ വെച്ചാൽ ഒരിക്കലും പിരിയാതെ ഒന്നിച്ചു നടക്കുന്നവരാണ്, സയാമീസ് ഇരട്ടകളെ പോലെ. അപ്പൊ അവർ തമ്മിൽ പരസ്പരം പൂരകങ്ങളായിട്ടാണ് എപ്പോഴും പ്രവർത്തിക്കുക. ദേവവൈദ്യന്മാരാണ്.
അപ്പൊ അവരെ പോലെ ഇരട്ടകളെ പോലെ ഇണപിരിയാതെ അവരെ രണ്ടായിട്ടല്ലാതെ അശ്വിനി ദേവന്മാരെ ആർക്കും ഒറ്റയ്ക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. ഈ പറഞ്ഞ യാഗങ്ങളിലും യജ്ഞങ്ങളിലും ഒക്കെ ഹവിസ് സമർപ്പിക്കുന്നത് പോലും ഒറ്റ മന്ത്രത്തിലൂടെ തന്നെ രണ്ടുപേർക്കും കൂടിയിട്ടാണ്. അപ്പൊ പിന്നെ അവര് വേറെ വേറെ കാണുന്നില്ല എന്നർത്ഥം. അപ്പൊ അതുപോലെയാണ് രാമലക്ഷ്മണന്മാർ അശ്വിനി ദേവന്മാരെ പോലെ ലോകത്ത് വിസ്തൃതമാണ് അവരുടെ ആ സൗഭ്രാത്രം, ആ സാഹോദര്യം എന്ന് പറയണം. അതുകൊണ്ട് രാമൻ ലക്ഷ്മണനെ ഉപദ്രവിക്കില്ല എന്ന് പറയണം, ഭരതനെ ഉപദ്രവിക്കാതിരിക്കില്ല. തസ്മാന്ന ലക്ഷ്മണേ രാമ പാപം കിഞ്ചിത് കരിഷ്യതി. അതുകൊണ്ട് ലക്ഷ്മണന്റെ നേരെ രാമൻ ഒരിക്കലും ഒരു പാപവും അല്പം പോലും ചെയ്യുകയില്ല. രാമസ്തു ഭരതേ പാപം കുര്യാദേവ ന സംശയ. രാമൻ ഭരതന്റെ നേരെ പാപം ചെയ്യും, സംശയം വേണ്ട. എന്തുകൊണ്ട്? ഭരതൻ രാമന് ഭീഷണിയാണ്, തൊട്ടുപുറകിലുള്ള അവകാശിയാണ്. രാമൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത അവകാശി അനുജനായിട്ടുള്ള നേരെ താഴെയുള്ള ഭരതനാണ്. ലക്ഷ്മണൻ അതിന് താഴെയാണ്, ശത്രുഘ്നൻ അതിനും താഴെയാണ്. അപ്പൊ ഭരതൻ കഴിഞ്ഞിട്ടേ മറ്റവർ രണ്ടുപേരും വരികയുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ ഭരതനെ രാമൻ എപ്പോഴും ഭയമുണ്ടാവും, അതുകൊണ്ട് നശിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ മന്ദര പറയുന്നത്. തസ്മാത് രാജഗൃഹാദേവ വനം ഗച്ഛതു തേ സുതഃ ഏതദ്ധിരോചതേ മഹ്യം പൃശം ചാവിഹിതം തവ. തസ്മാത് അതുകൊണ്ട് തേ സുതഃ രാജഗൃഹാത് വനമേവ ഗച്ഛതു. നിന്റെ മകൻ രാജഗൃഹത്തിൽ താമസിക്കുന്നത് അപകടമാണ്, അതുകൊണ്ട് കാട്ടിലേക്ക് പോകുകയാണ് നല്ലത്. അപ്പൊ ഭരതനെ കാട്ടിലേക്ക് അയക്കുകയാണ് നല്ലത്. ഏതത് മഹ്യം രോചത, ഇതാണ് എനിക്കിപ്പോ നന്നായിട്ട് തോന്നുന്നത്. തവഹിതം വൃശം അഭിഹി, നിനക്ക് ഹിതമായിട്ട് ഇതിനേക്കാൾ വലുതായിട്ട് എന്താ ഞാൻ പറയാനുള്ളത്? അപ്പോ ഭരതൻ ഈ രാജധാനിയിൽ കഴിയുന്നത് ഒരിക്കലും ഭദ്രമല്ല, അപകടമാണ്. അതുകൊണ്ട് കാട്ടിൽ പോയി ഒളിച്ചിരിക്കുന്നതാണ് ഭരതന് നല്ലത്, അതാണ് നിനക്കും നല്ലത്, നിന്റെ മകൻ ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ. ഏവം തേ ജ്ഞാതിപക്ഷസ്യ ശ്രേയശ്ചൈവ ഭവിഷ്യതി യദി ചേത് ഭരതോ ധർമാത് പിതൃം രാജ്യം അവാപ്സ്യതി. എന്നാൽ ഏവം ചെയ്ത് ഞാൻ പറയുന്ന പ്രകാരമാണെങ്കിൽ എന്ന് പറയാൻ പോവുകയാണ്. എന്താ പറയാൻ പോണത്? ഭരതഃ ഏവ പിതൃം രാജ്യം ധർമാത് അവാപ്സ്യതി യദി. ഭരതൻ തന്നെ ആ പിതൃപൈതാമഹമായിട്ടുള്ള രാജ്യത്തെ പ്രാപിക്കുകയാണെങ്കിൽ, ധാർമ്മിക ധർമ്മശാസ്ത്ര പ്രകാരം പ്രാപിക്കുകയാണെങ്കിൽ തേ ജ്ഞാതിപക്ഷസ്യ ശ്രേയഃ ഭവിഷ്യതി. നിനക്കും നിന്റെ ജ്ഞാതികൾക്കും നിന്റെ ബന്ധുക്കൾക്കും നിന്റെ സേവകർക്കും എല്ലാവർക്കും തന്നെ പെരുമ അഥവാ ശ്രേയസ്, നന്മ ഉണ്ടാവും. അപ്പൊ നിനക്കും നിന്റെ വേണ്ടപ്പെട്ടവർക്കും സുഖം ഉണ്ടാവണമെങ്കിൽ, ക്ഷേമം ഉണ്ടാവണമെങ്കിൽ ഭരതൻ രാജാവേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് സതേ സുഭോജിതോ ബാലോ രാമസ്യ സഹജോ റിപുഃ സമൃദ്ധാർത്ഥസ്യ നഷ്ടാർത്ഥോ ജീവിഷ്യതി കഥം വശേ. തേ ബാലഃ സുഭോജിതഃ സമൃദ്ധാർത്ഥസ്യ രാമസ്യ സഹജഃ റിപുഃ നഷ്ടാർത്ഥഃ സഹ വശേ കഥം ജീവിഷ്യതി. അപ്പോ തേ ബാലഃ എന്ന് പറഞ്ഞാൽ നിന്റെ പുത്രൻ, നിന്റെ മകൻ സുഖോജിതഃ, വാസ്തവത്തിൽ അവൻ സുഖമർഹിക്കുന്നവനാണ്. അവൻ എല്ലാവരാലും ലാളിക്കപ്പെട്ട് വളർത്തപ്പെട്ടവനാണ്, നല്ല സുഖം അനുഭവിക്കേണ്ടവനാണ്. അങ്ങനെയുള്ള അവൻ സമൃദ്ധാർത്ഥസ്യ രാമസ്യ സഹജഃ റിപുഃ, എല്ലാ ഐശ്വര്യവും കിട്ടിക്കഴിഞ്ഞ് രാജാഭിഷിക്തനായ രാമന്റെ സഹജനായ ശത്രുവാണ്. എന്ന് പറഞ്ഞാൽ കൂടപ്പുറപ്പും ഒപ്പം പിന്നാലെ ഉള്ളവനുമായിട്ടുള്ള ശത്രുവാണ്. അപ്പോ നഷ്ടാർത്ഥഃ സഹ വശേ കഥം ജീവിഷ്യതി. നഷ്ടാർത്ഥഃ നിർഭാഗ്യവാനായ, അവന്റെ അർത്ഥം നശിച്ച, പ്രയോജനം നശിച്ച ആ ഭരതൻ വശേ, ആ രാമന്റെ വശത്തിൽ കഥം ജീവിഷ്യതി, എങ്ങനെ ജീവിച്ചിരിക്കും? കാരണം ശത്രുവായിട്ടാണ് രാമൻ എപ്പോഴും ഭരതനെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന കാര്യം സംശയമാണ്. അവിദ്രുതം ഇവാരണ്യേ സിംഹേന ഗജയൂഥപം പ്രചാദ്യമാനം രാമേണ ഭരതം ത്രാതുമർഹസി. അപ്പൊ അരണ്യേ ഗജയൂഥപം സിംഹേന ഇവ, കാട്ടില് ആന, ഒരു ഗജരാജൻ ഏകനായിട്ടിരിക്കുമ്പോ സിംഹത്താൽ ആക്രമിക്കപ്പെട്ടാൽ
അതുപോലെയാണ് ഇപ്പോ ഗജരാജന്റെ സ്ഥാനത്ത് നിന്റെ മകൻ ഭരതൻ, സിംഹത്തിന്റെ സ്ഥാനത്താണ് രാമൻ. അപ്പൊ രാമേണ അഭിദ്രുതം പ്രച്ഛാദ്യമാനം ഭരതം, രാമനാൽ എതിർക്കപ്പെട്ട് തടയപ്പെട്ടവനായിട്ടുള്ള ഭരതനെ ത്രാതുമർഹസി, നീ എങ്ങനെയെങ്കിലും രക്ഷിക്കേണ്ടതാണ്. ഏതെങ്കിലും പ്രകാരത്തില് ഭരതനെ രാമന്റെ കയ്യിൽ നിന്ന്, രാമന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതാണ് എന്ന് വീണ്ടും 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 ആവർത്തിച്ച് പറയണം. അല്ലെ, ഏത് കാര്യവും ആവർത്തിച്ച് പറഞ്ഞാല് എത്ര വലിയ നുണയാണെങ്കിലും അതൊക്കെ പിന്നീട് സത്യമായി തീരും. അതാണ് ഇന്നത്തെ ലോക സ്വഭാവം. രാഷ്ട്രീയക്കാരൊക്കെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ. സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം മുഴുവൻ ചുറ്റി വന്നിട്ടുണ്ടാവും എന്ന് പറയും. അപ്പൊ അതിങ്ങനെ ആവർത്തിച്ച് എല്ലാ മാധ്യമങ്ങളിലൂടെയും അവരിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സത്യം ആളുകൾ അറിയാതെ വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ് ഭൂരിപക്ഷം ജനങ്ങളും. ഇവിടെയും മന്ദര അതുപോലെയുള്ള ഉപജാപമാണ് കൈകേയിയെ കൊണ്ട് ചെയ്യിക്കുന്ന. കൈകേയി പാവം വളരെ നിഷ്കളങ്കയായിരുന്നു, വളരെ സന്തുഷ്ടയായിരുന്നു രാമൻ അഭിഷേകമാണെന്ന് കേട്ടപ്പോ. പക്ഷെ ഇതിങ്ങനെ ആവർത്തിച്ച് പേടിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ ആരാ പേടിക്കാതിരിക്കുക, അല്ലേ? അതുകൊണ്ടിപ്പോ കൈകേയിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മന്ദരയെ തന്നെ കുറ്റം പറയണം. പക്ഷെ മന്ദരയെ എന്താ എങ്ങനെ ആയത് എന്ന് വെച്ചാൽ ഈശ്വര നിശ്ചയം, അല്ലെ, ഭഗവാന്റെ ഇച്ഛയാണ് മന്ദര എങ്ങനെ ആവുന്നതിന് കാരണം. രാമൻ മന്ദരയെയും കുറ്റം പറയില്ല. ഞാനിങ്ങനെ വനത്തിലേക്ക് വരാൻ കാരണം കൈകേയിയുമല്ല മന്ദരയുമല്ല, അത് എന്റെ കർമ്മം ആണ്, ഞാനത് ചെയ്യേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ് എന്ന് രാമൻ തുറന്നു പറയും. ദർപ്പാം നിരാകൃതാപൂർവം ത്വയാ സൗഭാഗ്യവത്തയാ രാമമാതാ സപത്നി തേ കഥം വൈരം ന ധാരയേത്. ആ രാമന്റെ മാതാവായ കൗസല്യ പൂർവം സൗഭാഗ്യവത്തയാ ദർപ്പാത് ത്വയാ തേ സപത്നി രാമമാതാ നിരാകൃത. എന്താ, കൈകേയി പണ്ട് സൗഭാഗ്യവത്തയ എന്ന് പറഞ്ഞാൽ സൗന്ദര്യവും എല്ലാം തികഞ്ഞവളുമായിരുന്നു കൈകേയി. അതുകൊണ്ട് ദശരഥനെ തന്റെ വശത്താക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ ദർപ്പം കൊണ്ട്, അഹങ്കാരം കൊണ്ട് ത്വയാ തേ സപത്നി രാമമാതാ, നിന്റെ സപത്നിയായ രാമമാതാവ് നിരാകൃത. നിരാകൃത എന്ന് പറഞ്ഞാല് ഉപദ്രവിക്കപ്പെട്ടിരുന്നു, നിരാകരിക്കപ്പെട്ടിരുന്നു, കൊട്ടാരത്തിൽ വലിയ സ്ഥാനമൊന്നും ഇല്ലാതാക്കപ്പെട്ടു. വാസ്തവത്തിൽ കൗസല്യായിരുന്നു ദശരഥന്റെ പട്ടമഹിഷി. ഇപ്പൊ പട്ടമഹിഷി ആരാണ്? കൈകേയിയാണ്. ആ മഹിഷി സ്ഥാനത്ത് നിന്ന് കൗസല്യയെ അകറ്റി നിർത്തിയിരിക്കുന്നത് സാമർത്ഥ്യം കൊണ്ട്, കൈകേയിയുടെ അതിസാമർത്ഥ്യം കൊണ്ടാണ്, സൗന്ദര്യാദി ഇതുകൊണ്ടാണ് സാധിച്ചിരിക്കുന്നത്. അപ്പൊ നീ രാമമാതാവായ കൗസല്യയെ ഉപദ്രവിച്ചതിന്റെ വൈരം കഥം ധാരയേത്, ആ ശത്രുത, വൈരം, ആ സാപത്ന്യം എന്നുള്ള ദുഃഖം, വിഷമം, അവൾ അനുഭവിച്ചിട്ടുള്ള, കൗസല്യ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങള്, ആ ശത്രുത നിന്നോട് എങ്ങനെ അടക്കി വെക്കുവോള്? അവൾ അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ്. രാജമാതാവായിട്ട് വേണം നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കാനെന്ന് വിചാരിച്ചിരിക്കുകയാണ് താല്പര്യം. യഥാ ഹി രാമഃ പൃഥ്വീമവാപ്സ്യതി പ്രഭൂതരത്നാകര ശൈലപത്മനാം തഥാ ഗമിഷ്യസ്യ അശുഭം പരാഭവം സഹൈവ ദീനാപരദേന ഭാമിനി. അപ്പോ ഹേ ഭാമിനി, അല്ലയോ സന്തോഷമായിരിക്കേണ്ടവളെ, പക്ഷെ ഇപ്പോ ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നവളെ എന്നർത്ഥത്തില്. രാമഃ യഥാ പ്രഭൂതരത്നാകര ശൈലപത്തനാം പൃഥ്വീമവാപ്സ്യതി, രാമൻ എപ്പോഴാണോ ആഴികള്, മലകള്, നഗരങ്ങളെല്ലാം ഉൾപ്പെടുന്നതായിട്ടുള്ള ഭൂമിയെ പ്രാപിക്കുന്നത്, രാജാവായി വാഴുന്നത്, തഥായേവ ഭരതേന സഹഹി ദീന അശുഭം പരാഭവം ഗമിഷ്യസി, അപ്പൊ തന്നെ ഭരതനോടുകൂടെ നീയും ദീനയായിട്ട്, അവശയായിട്ട്, ദൈന്യം പ്രാപിച്ചുകൊണ്ട് അശുഭം പരാഭവം ഗമിഷ്യസി, അശുഭമായിട്ടുള്ള, അതികഷ്ടമായിട്ടുള്ള പരാഭവം എന്ന് പറഞ്ഞാൽ അവമാനം, നിന്ദ എന്നൊക്കെ അർത്ഥം. ആ അപമാനത്തെ നീ പ്രാപിക്കാൻ പോവുകയാണ്. അധികം താമസമില്ല, ഏത് നിമിഷം രാമൻ രാജാവാകുന്നുവോ അതോടുകൂടി നിന്റെയും ഭരതന്റെയും കഷ്ടകാലം ആരംഭിക്കുകയാണ്.
യഥാ ഹി രാമ പൃഥിവീമവാപ്സ്യതി ധ്രുവം പ്രനഷ്ടോ ഭരതോ ഭവിഷ്യതി അതോ ഹി സഞ്ചിന്തയ രാജ്യമാത്മജേ പരസ്യ ചൈവാദ്യ വിവാസകാരണം. രാമഃ പൃഥിവീം അവാപ്സ്യതി യഥാ, രാമൻ ഭൂമിയെ പ്രാപിക്കുകയാണ് എന്ന് വന്നാൽ എപ്പോഴാണോ പ്രാപിക്കുന്നത്, ഭരതഃ ധ്രുവം പ്രണഷ്ട ഹി ഭവതി, ഭരതൻ അതോടുകൂടി നശിച്ചു പോകും, പ്രണഷ്ടനായി ഭവിക്കും, നശിക്കുക തന്നെ ചെയ്യും. അതഃ ആത്മജേ രാജ്യമേവ പരസ്യ വിവാസ കാരണം ചാദ്യഹി സഞ്ചിന്തയ, അതുകൊണ്ട് നിന്റെ ആത്മജനിൽ രാജ്യത്തെ സ്ഥാപിക്കാനും പരസ്യ മറ്റവന്റെ ശത്രുവായ രാമന്റെ വിവാസ കാരണം പ്രവാസ കാരണം, ദൂരേക്ക് അകറ്റി നിർത്താനുള്ളതായിട്ടുള്ള എന്തെങ്കിലും ഉപായത്തെ ആദ്യഹി സഞ്ചിന്തയ, ഇപ്പൊ തന്നെ ചിന്തിക്കേണ്ടതായിരിക്കുന്നു. അതുകൊണ്ട് വേഗം ചിന്തിച്ചോളൂ, രാമനെ ഇവിടുന്ന് അകറ്റാനും ഭരതനെ രാജാവാക്കാനുള്ള വഴിയാണ് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞ് തുടക്കം ഇടുകയാണ് ആ കാര്യത്തിന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സർഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ അയോധ്യാകാണ്ഡേ അഷ്ടമ സർഗ, 8ാം സർഗം പൂർണ്ണം. അടുത്തതായിട്ട് 9ാം സർഗം. അപ്പൊ എങ്ങനെ വേണം അഭിഷേകം മുടക്കാൻ, ആ വിഘ്നത്തിനുള്ള ഉപായം ചിന്തിക്കണാര് മന്ദര കൈകേയിയോട് ചേർന്ന് എങ്ങനെ രാമന്റെ അഭിഷേകം മുടക്കി ഭരതനെ രാജാവാക്കാം, രാമനെ കാട്ടിലേക്ക് അയക്കാം എന്ന് ചിന്തിക്കാം. അത് 9ാം സർഗ. ഏവമുക്താതു കൈകേയി ക്രോധേന ജ്വലിതാനന ദീർഘമുഷ്ണം ച നിശ്വസ്യ മന്ദരാം ഇദമബ്രവീത്. ഏവം മുക്ത കൈകേയി, ഇങ്ങനെ പറയപ്പെട്ടവളായ കൈകേയി, മന്ദരയാൽ പറയപ്പെട്ട കൈകേയി, ക്രോധേന ജ്വലിതാനന, അവൾക്ക് ക്രോധം വർദ്ധിച്ചു, ചുവന്ന് തുടുത്ത ജ്വലിക്കുന്ന മുഖത്തോടുകൂടി, അഗ്നി ജ്വലിക്കുന്ന മുഖം പോലെയുള്ള മുഖത്തോടുകൂടി, ഉഷ്ണം ദീർഘം നിശ്വസ്യ, അതാ അവളും ബാധിക്കപ്പെട്ടു. അല്ലെ, ദൂഷണം കൊണ്ട്, ആ ദുഷ്ട എന്താ പറയാ സംഘം കൊണ്ട് നശിച്ചുപോയി എന്ന് പറയും. അതുകൊണ്ട് ദീർഘമായിട്ട് നിശ്വാസം, ഒരു പാമ്പ് ചീറ്റും പോലെ ഉഷ്ണശ്വാസം വിടുകയാണ്. എന്നിട്ട് മന്ദരാമിതമബ്രവീത്, മന്ദരയോടായിട്ട് ഇങ്ങനെ പറയുകയാണ്, അദ്യ രാമം ഇത ക്ഷിപ്രം വനം പ്രസ്ഥാപയമ്യഹം യൗവരാജ്യേന ഭരതം ക്ഷിപ്രമേവാഭിഷേചയേ. അദ്യ, ഇന്ന് തന്നെ, രാമം ഇതഃ ക്ഷിപ്രം വനം പ്രസ്ഥാപയാമി അഹം, ഇവിടുന്ന് രാമനെ വനത്തിലേക്ക് ഞാൻ അയക്കും. യൗവരാജ്യേന ഭരതം ക്ഷിപ്രമേവ അഭിഷേചയേ, യുവരാജ സ്ഥാനത്തേക്ക് ഭരതനെ ഉടനെ തന്നെ ഞാൻ അഭിഷേകം ചെയ്യിക്കും. അങ്ങനെ ഒരു പ്രതിജ്ഞ പോലെ ഗർജിക്കുകയാണ്. ഇദം തിദാനീം സംപശ്യ കേനോപായേന മന്ദരേ ഭരതഃ പ്രാപ്നുയാദ് രാജ്യം നതു രാമഃ കഥഞ്ചന. ഹേ മന്ദരേ, ഇദാനീം രാമഃ കഥഞ്ചന കേന ഉപായേന നതു തു ഭരതഃ രാജ്യം പ്രാപ്നുയാദ് ഇദം സംപശ്യ. ഹേ മന്ദരേ, ഏതുപായമായി എങ്ങനെ വേണം രാമനെ രാജ്യം പ്രാപിക്കാതിരിക്കാനും ഭരതൻ രാജ്യം പ്രാപിക്കാനുമുള്ളതായിട്ടുള്ള ഉപായം നീ ചിന്തിക്കൂ. സംപശ്യ എന്നാൽ നല്ലോണം ഒന്ന് നോക്കിക്കാണൂ, വിചാരം ചെയ്യൂ, എന്നിട്ട് പറഞ്ഞു തരൂ, അതിനുള്ള വഴി പറഞ്ഞു തരൂ എന്നാ പറയുന്നത്. ഏവമുക്താ തയാ ദേവ്യാ മന്ദരാ പാപദർശിനി രാമാർത്ഥം ഉപഹിംസന്തി കൈകേയീം ഇദമബ്രവീത്. ഇപ്പൊ കൈകേയി തന്റെ പാട്ടിന് വന്നു, അല്ലെ? മന്ദര വിചാരിച്ചിടത്തേക്ക് കൈകേയിയെ കൊണ്ടുവന്ന് കെട്ടി. ഇനിയിപ്പോ മന്ദര എന്ന് പറഞ്ഞാലും കൈകേയി കേൾക്കുന്ന പാകത്തിലായി കഴിഞ്ഞു എന്ന് പറയാം. ഉഴുതു മറിച്ചു, ഇനിയിപ്പോ വിത്ത് വിതയ്ക്കേ വേണ്ടു, അല്ലെ? ആ പാകത്തിലാക്കി. അപ്പൊ ഏവം തയാ ദേവ്യാ ഉക്ത, ഇപ്രകാരം ആ കൈകേയിയാൽ പറയപ്പെട്ടവളായിട്ടുള്ള ആ മന്ദര രാമാർത്ഥം ഉപഹിംസന്തി, രാമന്റെ അർത്ഥത്തെ നശിപ്പിക്കുന്നവൾ, രാമന് കിട്ടാവുന്ന പ്രയോജനത്തെ നശിപ്പിക്കുന്നവളായിട്ടുള്ള പാപദർശിനി, ആ ദുഷ്ടയായിട്ടുള്ള മന്ദര കൈകേയി മിതമബ്രവീത്, കൈകേയിയോട് ഇപ്രകാരം പറഞ്ഞു. ഹന്തൈദാനീം പ്രവക്ഷ്യാമി കൈകേയി ശ്രൂയതാം ച മേ യഥാ തേ ഭരതോ രാജ്യം പുത്രഃ പ്രാപ്സ്യതി കേവലം. ഹേ കൈകേയി, ഹന്ത, ഹാവു,
നല്ല കാലം നീ ഇപ്പൊ എന്റെ വഴിക്ക് വന്നൂല്ലോ എന്ന ഹന്ത എന്നുള്ള ശബ്ദം. ഹേ കൈകേയി, തേ പുത്ര ഭരത രാജ്യം കേവലം പ്രാപ്സ്യതി. നിന്റെ പുത്രൻ ഭരതൻ എങ്ങനെയാണ് രാജ്യത്തെ ശത്രുവില്ലാതെ യാതൊരു ദോഷവുമില്ലാതെ പ്രാപിക്കുക? യഥാ ഇതാനീം പ്രവക്ഷ്യാമി, എപ്രകാരമാണെന്നുള്ള വഴി ഞാൻ ഇപ്പൊ പറഞ്ഞു തരാട്ടോ. മേ ശ്രൂയതാം, എന്നിൽ നിന്ന് കേട്ടോളൂ. കിം ന സ്മരസി കൈകേയി സ്മരന്തീവാ നിഗൂഹസേ യദുച്യമാനമാത്മാർത്ഥം മത്തസ്ഥം ശ്രോതുമിച്ഛസി മയോച്യമാനം യതി തേ ശ്രോതും ഛന്ദോ വിലാസിനി ശ്രൂയതാം അഭിദാസ്യാമി ശ്രുത്വാ ചാപി വിമൃശ്യതാം. കൈകേയി ത്വം ഉച്യമാനം ആത്മാർത്ഥം മത്തഃ ശ്രോതുമിച്ഛസി. അല്ലയോ കൈകേയി, ഇപ്പോ നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു രഹസ്യം, ആത്മാർത്ഥം ആയിട്ടുള്ള നിനക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തെ മത്തഃ ശ്രോതുമിച്ഛസി, നീ എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ആ രഹസ്യം ഞാൻ നിന്നെ പറഞ്ഞു തരാം. യത് സ്മരസിന, നീ മറന്നുപോയി അല്ലേ, ഓർമ്മയില്ല അല്ലേ നിനക്ക്? ബാ സ്മരന്തി നിഗൂഹസേക്കും, അതോ നീ സ്മരിക്കുന്നവളായിട്ട് എന്നിൽ നിന്ന് മറച്ചു പിടിക്കുകയാണോ? ഓർമ്മയുണ്ടായിട്ടും പറയാതിരിക്കുകയാണോ? ചില രഹസ്യങ്ങളില്ലേ നമുക്കറിയാവുന്നത് ആണ്. ആ എന്നാൽ പറയപ്പെടുന്ന യതി തേ ഛന്ദഃ ഉച്യമാനം മയാ ശ്രോതുമപി അഭിദാസ്യാമി. അല്ലയോ വിലാസിനി, നീ എന്നെ കളിയാക്കുകയാണോ അല്ലെങ്കിൽ എന്നെ പരീക്ഷിക്കുകയാണോ? എന്നോട് വിലാസം ചെയ്യുകയാണോ എന്നാ ചോദിക്കണം. അപ്പൊ എന്നെ കളിയാക്കുകയാണോ? എന്തായാലും ശരി, ആ നിന്റെ ഇഷ്ടമായിട്ടുള്ള കാര്യം, തേ ഛന്ദഃ, നിനക്കിഷ്ടമായിട്ടുള്ള കാര്യം, ഉച്യമാനം മയാ ശ്രോതുമപി, നീ പറഞ്ഞു തന്നതിനെ തന്നെ എന്നിൽ നിന്ന് വീണ്ടും കേൾക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു അല്ലേ? അഭിദാസ്യാമി. അപ്പൊ കൈകേയി തന്നെയാണ് മന്ദരയോട് ഈ രഹസ്യം പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അത് ഇപ്പൊ നീ എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? ഞാൻ പറഞ്ഞു വേണം നിനക്കത് വീണ്ടും കേൾക്കാൻ. ശ്രൂയതാം, കേട്ടോളൂ. ശ്രുത്വാ വിമർശ്യതാം, കേട്ടിട്ട് വേണ്ട പോലെ വിചാരം ചെയ്തോളൂ, ചിന്തിച്ച് വേണ്ടത് ചെയ്തോളൂ. ശ്രുത്വേദം വചനം തസ്യാമന്തരായാസ്തു കൈകേയി കിഞ്ചിദുത്ഥായ ശയനാത് സ്വാസ്തീർണാത് ഇതമബ്രവീത്. ആ മന്ദരയുടെ ഈ വാക്ക് കേട്ടതായിട്ടുള്ള കൈകേയി ഒന്നുകൂടെ ഉത്സാഹം. അതെന്താ? അപ്പൊ മറന്നുപോയിട്ടുണ്ട്. മറന്നതുകൊണ്ടാണ്. ഈ രഹസ്യം എന്താണെന്ന് അറിയാനുള്ള എല്ലാ സ്ത്രീകളുടെയും ഏത് രഹസ്യം കേട്ടാലും ഉടനെ ഉത്സാഹവും അല്ലേ, കാത് കൂർപ്പിച്ചൊന്ന് എണീച്ചിരിക്കും. അപ്പൊ അതുപോലെ ഉത്സാഹപരിതയായിട്ട് കിഞ്ചിദുത്തായ ശയനാത്, ആ ശയനത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് സ്വാസ്തീർണാത്, തന്റെ വിരിപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട്, മെത്തയിൽ ഇരുന്നു കൊണ്ട്, ഇതമബ്രവീത്, ഇങ്ങനെ പറഞ്ഞു. കഥയത്വം മമോപായം കേനോപായേന മന്ധരേ ഭരതഃ പ്രാപ്നുയാദ് രാജ്യം നതു രാമഃ കഥഞ്ചന. ഹേ മന്ദരേ, മമ ഉപായം ത്വം കഥയ. അല്ലയോ മന്ദരേ, നീ എനിക്ക് ഉപായം പറഞ്ഞു തരൂ. കേനോപായേന ഭരതഃ രാജ്യം പ്രാപ്നുയാത്, ഏത് പ്രകാരത്തിലായാൽ ഭരതൻ രാജ്യം പ്രാപിക്കും? അതു രാമ കഥഞ്ചന, രാമൻ ഒരു പ്രകാരത്തിലും പ്രാപിക്കാനും പാടില്ല. അപ്പൊ രാമൻ രാജ്യം പ്രാപിക്കാതിരിക്കാനും ഭരതൻ രാജ്യം പ്രാപിക്കാനുള്ള ഉപായം നീ എനിക്ക് പറഞ്ഞു തരൂ. ഏവ മുക്താതു കൈകേയ്യ മന്ദരാപാപദർശിനി രാമാർത്ഥമുപഹിംസന്തി കുബ്ജാ വചനമബ്രവീത്. ഏവം കൈകേയ്യ ഉക്ത, ഇപ്രകാരം കൈകേയ്യാൽ പറയപ്പെട്ട പാപദർശിനി, ദുഷ്ട എന്ന് പറഞ്ഞ എന്തിലും ദോഷം കാണുന്നവൾ, അങ്ങനെയുള്ള പാപിഷ്ഠയായിട്ടുള്ള മന്ദര രാമാർത്ഥം ഉപഹിംസന്തി, രാമകാര്യങ്ങൾക്ക് വിഘ്നമുണ്ടാക്കുന്നവൾ, രാമനെ ഉപദ്രവിക്കുന്നവൾ. ആ കുബ്ജ, കുബ്ജ എന്ന് പറഞ്ഞാൽ കൂനുള്ളവൾ, കൂനിയാണ് മന്ദര, 3 വളവുള്ളവളാണ്. ആ കുബ്ജ മന്ദര വചനമബ്രവീത്, ഈ വാക്കിനെ പറഞ്ഞു. തവ ദൈവാസുരേ യുദ്ധേ സഹ രാജർഷിഭിഃ പതിഃ അഗച്ഛത്വാമുപാദായ ദേവരാജസ്യ സാഖ്യകൃത. ഓർമ്മിപ്പിക്കുകയാണ്. ആ ദൈവാസുരേ യുദ്ധേ, ദേവാസുര യുദ്ധത്തില് രാജർഷിഭിഃ പതിഃ തപസഃ, നിന്റെ പതി, നിന്റെ ഭർത്താവ്, തവ പതിഃ, ദൈവാസുര യുദ്ധത്തില് രാജർഷിഭിഃ സഹ, രാജർഷികളോടുകൂടെ, മറ്റു രാജാക്കന്മാരോടുകൂടെ, ദേവരാജസ്യ സാഖ്യകൃത്,
ദേവരാജാവായ ഇന്ദ്രന് സഹായം ചെയ്യുന്നവനായിട്ട്, സഹവർത്തിക്കുന്നവനായിട്ട് ത്വാം ഉപാദായ അകച്ചത്, നിന്നെയും കൂട്ടിക്കൊണ്ടുപോയത് ഓർമ്മയില്ലേ? ദേവാസുര യുദ്ധത്തില് ദിശം ആസ്ഥായ കൈകേയി ദക്ഷിണാം ദണ്ഡകാൻ പ്രതി വൈജയന്തം ഇതിഖ്യാതം പുരം യത്ര തിമിധ്വജഃ. കൈകേയി ദക്ഷിണാം ദിശം, തെക്കേ ദിക്കിലേക്കാണ് പോയത്. അവിടെ ദണ്ഡകാൻ പ്രതി തിമിധ്വജഃ യത്ര, ദണ്ഡകാരണ്യം എന്ന് പറയുന്ന ദേശമാണ്. ആ ദണ്ഡകാരണ്യത്തില് തിമിധ്വജൻ എന്നു പേരുള്ള ഒരു അസുരൻ, ആ അസുരൻ എത്ര വൈജയന്തം ഇതിഖ്യാതം പുരം ആസ്ഥായ, എവിടെയാണോ വൈജയന്തം എന്ന പേരുള്ള ഒരു പുരത്തെ അധിവസിച്ചു കൊണ്ടിരുന്നത് അവിടേക്കാണ് പോയത്. അപ്പൊ ദണ്ഡകാരണ്യത്തിൽ ചെന്ന് തിമിധ്വജനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദശരഥനെ ദേവരാജൻ സഹായം അഭ്യർത്ഥിച്ചത്. സശംബര ഇതിഖ്യാതഃ ശതമായോ മഹാസുരഃ ദദൗ ശക്രസ്യ സംഗ്രാമം ദേവസംഗൈരനിർജിതഃ. ശംബരഃ ഇതിഖ്യാതഃ ശതം ആയഃ, ശതമായഃ, അവന്റെ പേര് ശംബരൻ എന്നും കൂടിയാണ്. ആ ശംബരൻ എന്നുള്ള മറ്റൊരു പേരോട് കൂടിയവനാണ് ശതമായഃ, നൂറുകണക്കിന് മായാപ്രയോഗങ്ങൾ അറിയുന്നവനാണ് അവൻ. അവൻ ദേവസംഗൈഹി അനിർജിതഃ മഹാസുരഃ, ദേവസംഘത്താൽ ജയിക്കപ്പെടാത്ത വലിയ അസുരനാകുന്നു. ആ ശക്രസ്യ സംഗ്രാമം ദദൗ, ഇന്ദ്രനുമായിട്ട് സംഗ്രാമം എന്നാൽ യുദ്ധം, യുദ്ധത്തെ കൊടുത്തു എന്ന് വെച്ചാൽ യുദ്ധം ചെയ്തു എന്നർത്ഥം. ഇന്ദ്രനോട് യുദ്ധം ചെയ്തു. തസ്മിൻ മഹതി സംഗ്രാമേ പുരുഷാൻ ശതവിക്ഷതാൻ രാത്രൗ പ്രസുപ്താൻ ഗ്രന്ഥി സ്മ തരസാപാസ്യ രാക്ഷസാഃ. അവന്റെ സഹായികളായ രാക്ഷസന്മാര് തസ്മിൻ മഹതി സംഗ്രാമേ, ആ മഹായുദ്ധത്തിൽ വെച്ച് രാത്രൗ തരസാ അപാസ്യ, രാത്രി സമയത്ത് വേഗത്തിൽ വന്നുകൊണ്ട് ക്ഷതവിക്ഷതാൻ പ്രസുപ്താൻ പുരുഷാൻ ഗ്രന്ഥിസ്മ, മുറിവേറ്റ് കിടക്കുന്നതായുള്ള പല പുരുഷന്മാരെയും കൊന്നു ഒടുക്കി മനുഷ്യരെ കൊല ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ രാത്രി നേരത്താണ് ഈ രാക്ഷസന്മാരുടെ യുദ്ധം, ചതിയിലുള്ള യുദ്ധങ്ങളായിരുന്നു. തത്ര അകരോ മഹദ്യുദ്ധം രാജാ ദശരഥസ്തദാം അസുരൈശ്ച മഹാബാഹുഃ ശസ്ത്രൈശ്ച സകലീകൃതഃ. തഥാ ആ സമയത്ത് മഹാബാഹു ദശരഥ രാജ, മഹാശക്തനായിട്ടുള്ള ആ രാജാ ദശരഥൻ ശസ്ത്രൈഹി മഹദ് യുദ്ധമകരോത്, ആയുധങ്ങളെ കൊണ്ട് വലിയ യുദ്ധം ചെയ്തു അസുരന്മാരോട്. അസുരൈഹി തത്ര ശകലീകൃതഃ, അസുരന്മാരാൽ ഇദ്ദേഹവും അവിടെ വെച്ച് ശകലീകൃതനായി. ശകലീകൃതൻ എന്ന് പറഞ്ഞാൽ മുറിവേൽപ്പിച്ച് മോഹാത്സ്യം പ്രാപിക്കപ്പെട്ടു. അപ്പൊ ദശരഥൻ മോഹാത്സ്യം പ്രാപിച്ചു എന്നർത്ഥം അസുരന്മാരെ കൊണ്ട്. അങ്ങനെ അപവാഹ്യത്വയാ ദേവി സംഗ്രാമാൻ നഷ്ടചേതനഃ തത്രാപി വിക്ഷത ശസ്ത്രൈഹി പതിസ്തേ രക്ഷിതസ്ത്വയാ. ഹേ ദേവി, തത്ര ശസ്ത്രൈഹി വിക്ഷതഃ നഷ്ടചേതനഃ തേ പതിഃ, അവിടെ ആയുധങ്ങളാൽ ആക്രമിക്കപ്പെട്ടവനായിട്ടുള്ള, വ്രണപ്പെട്ടവനായിട്ടുള്ള, ബോധം പോയ നഷ്ടചേതനഃ, ചേതന നഷ്ടമായ മൂർച്ഛ പൂണ്ടവൻ ആയിട്ടുള്ള തേ പതി, നിന്റെ ഭർത്താവ് ത്വയാ സംഗ്രാമാത് അപവാഹ്യ, നിന്നാൽ ആ യുദ്ധരംഗത്ത് നിന്ന് ദൂരേക്ക് നയിക്കപ്പെട്ട്. അപ്പൊ കൈകേയി തേരോടിച്ചു, എന്നിട്ട് ദശരഥനെ കൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് ത്വയാ അവി രക്ഷിതഃ, നിന്നാൽ തന്നെ ആ ദശരഥൻ രക്ഷിക്കപ്പെട്ടു. തുഷ്ടേന തേന ദത്തൗ തേ ദ്വൗ വരൗ ശുഭദർശനേ. അല്ലയോ ശുഭദർശനേ, ആ ദശരഥന് നന്മ ഉണ്ടാക്കി കൊടുത്തവളായ ആ ശുഭദർശനയായ ദേവി, ദ്വൗ വരോ തുഷ്ടേന തേന തേ ദത്തൗ, രണ്ടു വരങ്ങൾ സന്തുഷ്ടനായ ദശരഥനാൽ നിനക്ക് നൽകപ്പെട്ടു. അപ്പൊ നമ്മൾ മറ്റു രാമായണങ്ങളിലൊക്കെ എന്താണ്, യുദ്ധത്തില് അക്ഷകീലം മുറിഞ്ഞു, അച്ചുതണ്ട് മുറിഞ്ഞു രഥത്തിന്റെ, അതിൽ കൈത്തണ്ട കയറ്റി വെച്ചു എന്നൊക്കെയാണ് കഥകള് അല്ലെ. കൈകേയിയുടെ കൈത്തണ്ട കയറ്റി വെച്ചുകൊണ്ട് ബോൾട്ടിന് പകരം, ആക്സിൽ ബോൾട്ടിന് പകരം കൈത്തണ്ടകൾ കൊണ്ട് രക്ഷിച്ചു എന്നുള്ളതാണ് കഥ. അത് ചേരുന്നില്ല വാസ്തവം പറഞ്ഞ, അതിനേക്കാൾ നല്ലത് ഒറിജിനൽ കഥ തന്നെയാണ്. വാൽമീകിയുടെയാണ് ഒറിജിനൽ. എന്തിനാ അതിനെയൊക്കെ കൊണ്ടുപോയി പല രീതിയിൽ മാറ്റിയത് എന്നറിയില്ല. എന്തായാലും ഒറിജിനൽ ഇതാണ്. എന്താണ്, മോഹാത്സ്യപ്പെട്ടതായിട്ടുള്ള സമയത്ത് ദശരഥനെ രഥത്തോടുകൂടി ദൂരേക്ക് മാറ്റിക്കൊണ്ടുപോയി മോഹാത്സ്യം തെളിയിപ്പിച്ച് ബോധം ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്ന് യുദ്ധം ചെയ്യിപ്പിച്ചു. അപ്പോഴാണ് സന്തോഷിച്ചത്.
സത്വയോക്തഃ പതിർദേവി യഥേച്ഛേയം തദാ വരൗ ഗൃഹീയാം ഇതി തത്തേന തഥേത്യുക്തം മഹാത്മനാം. ദേവി, അല്ലയോ ദേവി, സഹ പതി യഥാ ഗൃഹീയാം തഥാ വരൗ ഇച്ഛേയം. നീ പറഞ്ഞു അദ്ദേഹത്തോട്, എന്താ, എപ്പോഴാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, ഗ്രഹിക്കുന്നത്, അപ്പോ ഞാൻ ആ വരം അപേക്ഷിച്ചു കൊള്ളാം. ഇതി ത്വയാ ഉക്തഃ എന്ന് ദശരഥനോട് പറയപ്പെട്ടുവല്ലോ നിന്നാൽ. തത് തഥാ ഇനി തേന മഹാത്മനാ ഉക്തം. ഓ ശരി, അങ്ങനെ ആവട്ടെ എന്ന് അദ്ദേഹവും നിനക്ക് വാക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നീ ആവശ്യമുള്ളപ്പോ ചോദിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തു വെച്ചിരിക്കുകയാണ്. അദ്ദേഹവും നിനക്ക് വാക്ക് തന്നു വെച്ചിരിക്കുകയാണ്. തഥാ എന്ന്, അങ്ങനെ തന്നെ ആവട്ടെ എന്ന്. തഥാ എന്ന് പറഞ്ഞാൽ സത്യം എന്ന് തന്നെയാണ് അർത്ഥം. അനഭിജ്ഞാഹ്യഹം ദേവി ത്വയൈവ ഗതിതാ പുരാ കഥൈഷാ തവ തു സ്നേഹാത് മനസാ ധാര്യതേ മയാ. ഹേ ദേവി, പുരാ തു അനഭിജ്ഞാഹം ത്വയാ ഏവ ഗതിതാ. അല്ലയോ ദേവി, ഞാൻ അനഭിജ്ഞയാണ്. ഞാൻ എങ്ങനെ അറിയാനാണ്? ഞാൻ യുദ്ധരംഗത്തൊന്നും വന്നിട്ടില്ല, അല്ലെ? അപ്പൊ അറിയാത്ത എന്നെ ത്വയായേവ, നിന്നാൽ തന്നെയാണ് ഈ കാര്യം, ഈ രഹസ്യം അറിയിക്കപ്പെട്ടിട്ടുള്ളത്. നീ തന്നെയാണ് എന്നോട് പറഞ്ഞത്. തവ സ്നേഹാഖി ഏഷാ കഥ മയാ മനസാധാര്യത്തെ. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ കഥ ഞാൻ എന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. ആവശ്യം വരുമ്പോ ഉപയോഗിക്കാൻ. കാരണം നീ ഒരു പാവമുള്ള പൊട്ടയാണ്, എല്ലാം മറന്നുപോകും, അല്ലേ? അതുകൊണ്ട് നിനക്ക് വേണ്ടി വരുമ്പോ ഉപയോഗിക്കാനുള്ള ആയുധങ്ങളായിട്ട് ഞാൻ ഈ വരങ്ങളെ എന്റെ മനസ്സിൽ ഓർമ്മിച്ച് നടക്കുകയാണ്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഓർമ്മിച്ചു വെച്ചിരിക്കുന്നത്. രാമാഭിഷേക സംഭാരാൻ നിഗൃഹ്യ വിനിവർത്തയ തൗ വരൗ യാച ഭർത്താരം പരദസ്യാഭിഷേചനം പ്രവ്രാജനം ച രാമസ്യ ത്വം വർഷാണി ചതുർദശ. അപ്പൊ നീ ഇതാണ് ചോദിക്കേണ്ടത്. ത്വം രാമസ്യ ചതുർദശ വർഷാണി പ്രവ്രാജനം. രാമന് 14 വർഷം, ചതുർദശ വർഷങ്ങൾ പ്രവ്രാജനം. പ്രവ്രാജനം ദൂരദേശവാസം, വനവാസം. ഭരതസ്യ അഭിഷേചനം ച, ഭരതന് രാജ്യാഭിഷേകവും. തൗ വരൗ യാച, ഈ 2 വരങ്ങളെ നീ ദശരഥനോട് യാചിച്ചാലും ഭർത്താരം നിഗൃഹ്യ രാമാഭിഷേക സംഭാരാൻ വിനിവർത്തയ. ഭർത്താവിനെ നീ വേണ്ട പോലെ അടക്കിയിട്ട്, നിഗൃഹ്യ, അദ്ദേഹത്തെ നല്ലോണം ഗ്രഹിച്ചിട്ട് സ്വാധീനപ്പെടുത്തിയിട്ട് രാമാഭിഷേക സംഭാരാൻ വിനിവർത്തയ. രാമാഭിഷേകത്തിന് സംഭരിച്ച കാര്യങ്ങള്, അതിനുവേണ്ട ഒരുക്കങ്ങളെയൊക്കെ നിർത്തിച്ചോളൂ, അതെല്ലാം നിർത്തലാക്കൂ. അതാണ് നീ ചെയ്യേണ്ടത്. ചതുർദശി വർഷാണി രാമേ പ്രവ്രാജിദേവനം പ്രജാഭാവഗത സ്നേഹ സ്ഥിരപുത്രോ ഭവിഷ്യതി. അപ്പൊ 14 വർഷം രാമൻ വനത്തിൽ ചെന്ന് താമസിച്ചു കഴിയുമ്പോ
ജനങ്ങൾ രാമനെ പതുക്കെ മറക്കും. ഭരതൻ 14 വർഷം രാജ്യം നന്നായിട്ട് ഭരിച്ചു കഴിയുമ്പോൾ ഭരണ നിപുണനാണ്. പ്രജകളുടെ മനസ്സിൽ ഭരതൻ ചിരപ്രതിഷ്ഠ നേടും, സ്നേഹമുണ്ടാവുകയാണ്. പ്രജാഭാവഗത സ്നേഹ, പ്രജകളുടെ ഭാവത്തിൽ അന്തർഭാവത്തിൽ ഗമിച്ച സ്നേഹത്തോടു കൂടിയവനായിട്ട് തവ പുത്ര സ്ഥിര ഭവിഷ്യതി, നിന്റെ പുത്രൻ പെർമനന്റ് ആവും. അപ്പൊ 14 വർഷം എന്നുള്ളത് വെറുതെ ഒരു സാങ്കേതികം മാത്രമാണ്. 14 വർഷം വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ എന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. അഥവാ വന്നാലും ജനങ്ങൾക്ക് വേണ്ടാത്തവനായി തീരും രാമൻ. ഭരതനെ മതി എന്ന് ജനങ്ങൾ തീരുമാനിക്കും, ഭരതനെ മാറ്റാൻ ജനങ്ങൾ സമ്മതിക്കില്ല. അതാണ് ഇതിന്റെ താല്പര്യം. അപ്പൊ പിന്നെ രാമനെ പെർമനന്റ് ആയിട്ട് കാട്ടിലേക്ക് അയച്ചു എന്നുള്ള ദോഷവും ഇല്ല, അല്ലെ? എന്നേക്കുമായിട്ട് രാജ്യത്തു നിന്ന് അകറ്റി, അച്ഛനിൽ നിന്ന് അകറ്റി എന്നുള്ള ദോഷവുമില്ല. അപ്പൊ ഇങ്ങനെ ഉപായം പറയണം. അപ്പൊ ഇങ്ങനെ അതിനുള്ള വഴി എന്താണ്? എങ്ങനെയാണ് സാധിക്കുക? ഭർത്താവിനെ എങ്ങനെയാണ് വശീകരിക്കുക? ക്രോധാകാരം പ്രവിശ്യാദ്യ ക്രുദ്ദേവ അശ്വപദേ സുതേ ശേഷ്വാനന്ദർഹിതായാം ത്വം ഭൂമൗ മലിനവാസിനി. അശ്വപതേഹേ സുതേ, അശ്വപതി എന്ന രാജാവിന്റെ മകളാണ് കൈകേയി. അതുകൊണ്ട് അശ്വപതേ സുതേ എന്ന് വിളിക്കണം. അദ്യ ത്വം ക്രോധാകാരം പ്രവിശ്യ, ഇപ്പൊ നീ എന്ത് ചെയ്യണം? ക്രോധാകാരം, അകാരം എന്ന് പറഞ്ഞാൽ ഗൃഹമാണ്. അപ്പൊ ക്രോധാകാരം, ക്രോധം പ്രകടിപ്പിക്കാനുള്ള ഒരു സ്ഥാനം. പണ്ടത്തെ വീടുകളിൽ, പണ്ടത്തെ കൊട്ടാരങ്ങളിലൊക്കെ ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളാണ്, അല്ലെ? ഏതേത് കാര്യങ്ങൾക്ക് വിശേഷമായിട്ടുള്ള സ്ഥാനങ്ങളാണ്. അപ്പൊ ഇവിടെ ക്രോധം പ്രകടിപ്പിക്കാനുള്ള അകാരത്തിലേക്ക് നീ പ്രവേശിക്കൂ. എന്നിട്ട് ക്രുദ്ധായിവ, നീ വളരെ കോപിഷ്ഠയായിട്ട്, മലിനവാസിനി, നിന്റെ വസ്ത്രമെല്ലാം മലിനമാക്കിയിട്ട്, ചെളി പിടിച്ച വസ്ത്രത്തോടു കൂടി, അനന്തർഹിതായാം ഭൂമൗ ശേഷ്വ, ഒന്നും ഇരിക്കാത്തതായിട്ട് വെറും ഭൂമിയില് നീ ശേഷ്വ എന്ന് പറഞ്ഞാൽ ശയസ്വ, നീ ശയിച്ചാലും ഭൂമിയിൽ കിടക്കൂ. മാസ്മൈനം പ്രത്യുദീക്ഷേത മാ ചൈനം അഭിഭാഷദാഃ രുദന്തേ ചാപിതം ദൃഷ്ട്വാ ജഗത്യാം ശോകലാലസാ. ജഗത്യാം ശോകലാലസാ രുദന്തി, ജഗതി എന്നുള്ള ഭൂമിയിൽ നീ ശോകപരവശയായിട്ട് കരയുന്നവളായിട്ട്, തം ദൃഷ്ട്വാ അഭി, അവനെ കണ്ടാ പോലും, ഏനം മാസ്മ പ്രത്യുദീക്ഷേത, അവന്റെ നേർക്ക് നോക്കരുത്, കണ്ട ഭാവം നടിക്കരുത്, മുഖത്ത് നോക്കരുത് അവന്റെ. ഏനം ച മാ അഭിഭാഷദാഃ, അദ്ദേഹത്തോട് ഒരു തരത്തിലുള്ള വാക്കുകളും ഭാഷണം ചെയ്യേണ്ടതില്ല, നീയായിട്ട് സംസാരിക്കാൻ പാടില്ല. എങ്ങനെയൊക്കെ വേണമെന്ന് അഭിനയിക്കാൻ പറഞ്ഞു കൊടുക്കണം. ദൈതാത്വം സദാ ഭർത്തുഃ ആത്രമേ നാസ്തി സംശയഃ ത്വൽകൃതേ സമഹാരാജോ വിശേതപി ഹുതാശനം. ത്വം സദാ ഭർത്തുഃ ദൈത, നീ എപ്പോഴും ഭർത്താവിന് പ്രിയപ്പെട്ടവളാണ്. അതുകൊണ്ട് സഹ മഹാരാജഃ ത്വൽകൃതേ ഉദാസനമപി വിശേത്, നിനക്ക് വേണ്ടി ആ രാജാവ് അഗ്നിയിൽ വേണമെങ്കിൽ ചാടും. ഉദാസൻ എന്ന് പറഞ്ഞാൽ ഹോമിച്ചതിനെ അശിക്കുന്നവൻ, അഗ്നി. അപ്പൊ അഗ്നിയിൽ പ്രവേശിക്കാനും അയാൾ മടിക്കില്ല, അത്ര ഇഷ്ടമാണ് നിന്നോട്. അത്ര മേ സംശയ നാസ്തി, ഈ വിഷയത്തിൽ എനിക്ക് സംശയമില്ല, ഉറപ്പാണ്. നത്വാം ക്രോധയിതും ശക്തോ ന ക്രുദ്ധാം പ്രത്യുദീക്ഷിതും തവ പ്രിയാർത്ഥം രാജാഹി പ്രാണാനപി പരിത്യജേത്. രാജാഹി ക്രുദ്ധാം ത്വാം പ്രത്യുദീക്ഷിതും ശക്തഃ ന, രാജാവ് കോപിച്ചിരിക്കുന്ന നിന്റെ നേരെ നോക്കാൻ പോലും ശക്തനല്ല, അദ്ദേഹത്തിന് സാധിക്കില്ല നിന്റെ നേരെ നോക്കാൻ. ക്രോധയിതും ന തവ പ്രിയാർത്ഥം പ്രാണാനപി പരിത്യജേത്, നിന്നെ കോപിപ്പിക്കാനും അദ്ദേഹത്തിന് ശക്തിയില്ല, ഇഷ്ടമല്ല. നിനക്ക് വേണ്ടി, നിന്റെ പ്രിയത്തിന് വേണ്ടി പ്രാണനെ പോലും അദ്ദേഹം പരിത്യജിക്കുന്ന ആളാണ്. അത്ര നിന്നോട് പ്രിയതമയാണ് നീ. നഹി അതിക്രമിതും ശക്തഃ തവ വാക്യം മഹീപതിഃ മന്ദസ്വഭാവേ ബുദ്ധ്യസ്വ സൗഭാഗ്യ ബലമാത്മനഃ. ഹേ മന്ദസ്വഭാവേ ആത്മനഃ സൗഭാഗ്യബലം ബുദ്ധ്യസ്വ, അല്ലയോ അറിവുള്ളവളായിട്ടുള്ളവളെ, നിന്റെ സൗഭാഗ്യബലം എന്ന് പറഞ്ഞാൽ നിന്റെ സൗന്ദര്യത്തിന്റെ ശക്തിയെ കുറിച്ച് നീ വേണ്ട പോലെ ഓർമ്മ വയ്ക്കുക, നീ മനസ്സിലാക്കുക. നിന്റെ നേർക്ക് ഭർത്താവിനുള്ള പ്രേമത്തെ നീ മനസ്സിലാക്കുക. എന്തെന്നാൽ മഹീപതി തവ വാക്യം അതിക്രമിതും ന ശക്തഃ, ആ രാജാവ് നിന്റെ വാക്കിനെ അതിക്രമിക്കാൻ ഒട്ടും ശക്തനല്ല, അദ്ദേഹത്തിന് സാധിക്കില്ല.
മണിമുക്താ സുവർണാനി രത്നാനി വിവിധാനി ച ദദ്യാ ദശരഥോ രാജാ മാസ്മതേഷു മനഃകൃതാ. ആ ദശരഥ രാജാവ് വിവിധാനി മണിമുക്താ സുവർണാനി രത്നാനി ദദ്യാത്, അദ്ദേഹം നിന്നെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് പല പലത്തിലുള്ള മണികൾ, രത്നങ്ങൾ, മാണിക്യങ്ങൾ, മുത്തുകൾ, സ്വർണ്ണാഭരണങ്ങൾ ഇതെല്ലാം നിനക്ക് നൽകും. പക്ഷേ തേഷു മനഃ മാസ്മകൃതാഹ, അല്ലെ? ഏത് സ്ത്രീക്കും ആഭരണ ഭ്രമം ഉണ്ടാവും. ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ നീ ഒരിക്കലും അതിലൊന്നും മനസ്സ് വെക്കരുത് കേട്ടോ, അതിലൊന്നും ഭ്രമിച്ചു പോകരുത്, അതിലൊന്നും വീഴരുത്. യൗ തൗ ദേവാസുരേ യുദ്ധേ വരൗ ദശരഥോദാത് അദദാത് തൗ സ്മാരയ മഹാഭാഗേ സോർത്തോ മാ ത്വാമതിക്രമേത്. ഹേ മഹാഭാഗേ, ഭാഗ്യവതിയായിട്ടുള്ളവളെ, സഹ അർത്ഥഃ ത്വാം മാ അതിക്രമേത്. ആ പ്രയോജനം, ഏത് കാര്യം? ഭരതന്റെ പട്ടാഭിഷേക കാര്യം നീ മറക്കരുത്. നിന്നെ തട്ടി നടക്കാൻ പാടുള്ളതല്ല, നിന്നെ അതിക്രമിക്കാൻ പാടുള്ളതല്ല. ദശരഥ ദേവാസുരേ യുദ്ധേ യൗ തൗ വരൗ അദദാത് തൗ സ്മാരയ. ദശരഥൻ ദേവാസുര യുദ്ധത്തിൽ നിനക്ക് ഏത് 2 വരങ്ങളെ നൽകിയോ അതിനെ നീ ഇപ്പൊ ഓർമ്മിപ്പിക്കണം. യഥാ തുതേ വരം ദദ്യാത് സ്വയമുത്ഥാപ്യ രാഘവഃ വ്യവസ്ഥാപ്യ മഹാരാജം ത്വമിമം വൃണുയാവരം. ആ രാഘവഃ സ്വയമുത്ഥാപ്യ തേ വരം ദദ്യാത്. ആ രാഘവൻ എന്നാൽ ഇവിടെ ദശരഥൻ, രഘുവംശത്തിൽ ജനിച്ച ആ ദശരഥ രാജാവ് സ്വയം ഉത്താപ്യ, നിന്നെ കൈപിടിച്ച് നിന്നെ എടുത്തു ഉയർത്തും. നിന്നെ എടുത്തു ഉയർത്തിയിട്ട് തേ വരം ദദ്യാത്, നിനക്ക് വാക്ക് തരും, വരം നൽകും. അങ്ങനെയാകുമ്പോൾ യഥാത്വം മഹാരാജം തു വ്യവസ്ഥാപ്യ വരം ഇമം വൃണുയാഹ. നീ മഹാരാജാവിനെ വേണ്ട പോലെ ഉറപ്പിച്ച് കാര്യങ്ങൾ സത്യം ചെയ്യിപ്പിച്ച്, അതാണ് വ്യവസ്ഥാപ്യ, നിശ്ചയിപ്പിച്ച് വരമിമം വൃണിയാഹ, ഈ വരത്തെ വേണം നീ ഭരിക്കുവാനായിക്കൊണ്ട്. അപ്പൊ അതൊക്കെ വേണ്ടതുപോലെ ചെയ്തു കൊള്ളണം. രാമം പ്രവ്രാജയാരണ്യേ നവവർഷാണി പഞ്ചച ഭരതഃ ക്രിയതാം രാജാ പൃഥിവ്യാഃ പാർത്ഥിവർഷഭഃ. രാമം 9 വർഷാണി അരണ്യേ പ്രവ്രാജയ. 9 + 5 9 + 5 14. അപ്പൊ രാമനെ 14 വർഷം വനത്തിലേക്ക് പ്രവ്രാജനം ചെയ്താലും അരണ്യത്തിൽ അയച്ചാലും ഭരതഃ പൃഥിവ്യാം പാർത്ഥിവർഷഭഃ രാജാ ക്രിയതാം. ഭരതൻ ഭൂമിയിലെ ആ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടണം, രാജാവാക്കി ചെയ്യപ്പെടണം. 14 വർഷാണി രാമേ പ്രവ്രാജിതേ വനം രൂഢശ്ച കൃതമൂലശ്ച ശേഷം സ്ഥാസ്യതി തേ സുതഃ. രാമൻ 14 വർഷം വനത്തിൽ പോയി കഴിയുമ്പോൾ നിന്റെ മകൻ സുതഃ രൂഢഃ, വേരൂന്നിയവനായും, ഇവിടെ വേരുറയ്ക്കും നിന്റെ മകന്റെ കാര്യം. കൃതമൂലഃ, നല്ലതുപോലെ മൂലബലം ഉറപ്പിച്ചവനാ. മൂലബലം എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ടവരൊക്കെ കൂടെ ആവുന്ന സൈന്യവും മന്ത്രിമാരും പ്രകൃതികളെല്ലാം പ്രജകളെല്ലാം നിന്റെ മകന് അനുകൂലമായി തീരും. വേരുറപ്പിക്കുന്ന പോലെ, ഒരു വൃക്ഷം വേരുറപ്പിക്കുന്നത് പോലെ. ശേഷം ഈ സ്ഥാസ്യതി, പിന്നെ അവൻ നിലനിന്നോളും, അവൻ പിന്നെ മാറുന്ന പ്രശ്നമില്ല. രാമപ്രവ്രാജനം ചൈവ ദേവി ആജസ്വതം വരം ഏവം സേൽസ്യന്തി പുത്രസ്യ സർവാർത്താസ്തവ ഭാമിനി. ഹേ ഭാമിനി ദേവി, തം രാമപ്രവ്രാജനം ഏവ വരം യാജസ്വ. ആ രാമന്റെ വനവാസം തന്നെ നീ വരമായിട്ട് ചോദിക്കണം. ഏവം തവ പുത്രസ്യ സർവാർത്ഥം സേൽസ്യന്തി. അപ്പോഴാണ്, അങ്ങനെ ചെയ്താൽ മാത്രമേ, രാമൻ നാട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ മാത്രമേ നിന്റെ പുത്രന്റെ എല്ലാ കാര്യങ്ങളും സ്വയം സിദ്ധിക്കുകയുള്ളൂ എന്നർത്ഥം, വേണ്ട പോലെ സാധിക്കുകയുള്ളൂ. ഏവം പ്രവ്രാജിതശ്ചൈവ രാമോ അരാമോ ഭവിഷ്യതി ഭരതശ്ച ഹതാ മിത്രഃ തവ രാജാ ഭവിഷ്യതി. ഏവം പ്രവ്രാജിതഃ രാമഃ അരാമഃ ഏവ ഭവിഷ്യതി. ഇങ്ങനെ രാമൻ പ്രവ്രാജനം ചെയ്തു കഴിയുമ്പോൾ അരാമനായി ഭവിക്കും. അരാമൻ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കാത്തവൻ. രാമൻ എന്നാൽ പ്രജകളെ രമിപ്പിക്കുന്നവനാണ്. പ്രജകളുടെ മനസ്സിൽ നിന്ന് പോയി അവർക്ക് സന്തോഷം കൊടുക്കാത്തവനായി മാറും, അവർക്ക് പ്രീതിയില്ലാത്തവനായി മാറും. തവ ഭരതഃ ഹതാമിത്രഃ രാജാ ഭവിഷ്യതി. നിന്റെ പുത്രനായ ഭരതനാവട്ടെ ശത്രുക്കളെല്ലാം നശിച്ചവനായിട്ട് രാജാവായി ഭവിക്കുകയും ചെയ്യും. യേന കാലേന രാമശ്ച വനാത് പ്രത്യാഗമിഷ്യതി തേന കാലേന പുത്രസ്തേ കൃതമൂലോ ഭവിഷ്യതി സംഗൃഹീത മനുഷ്യശ്ച സുഹൃദ്ഭിസ്സാർദ്ധമാത്മവാൻ. ഏത് കാലത്തിൽ രാമൻ കാട്ടിൽ നിന്ന് മടങ്ങി വരുമോ ആ കാലത്തിൽ തന്നെ
ദേവിയുടെ പുത്രൻ ഭരതൻ സ്നേഹിതന്മാരോടുകൂടെ ധൈര്യമുള്ളവനായി, വേരുറച്ചവനായി, ജനങ്ങളെ സ്വാധീനത്തിലാക്കിയവനായി ഭവിക്കും. വേണ്ട പോലെ ഭരണം ഉറപ്പിക്കും. പ്രാപ്തകാലം തുതേ മന്യേ രാജാനം വീതസാധ്വസ രാമാഭിഷേക സങ്കൽപ്പാൻ നിഗൃഹ്യ വിനിവർത്തയ. പ്രാപ്തകാലം മന്നി, ഇതാണ് നിനക്ക് പറ്റിയ സമയം എന്ന് ഞാൻ കരുതുന്നു. രാജാനം വീതസാധ്വസ നിഗൃഹ്യ, രാജാവിനെ നീ ധൈര്യം വിടാതെ നിന്റെ വശത്താക്കിയിട്ട് അടക്കിയിട്ട് രാമാഭിഷേക സങ്കൽപ്പാൻ വിനിവർത്തയ, രാമാഭിഷേകത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളെയും നീ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചാലും അനർത്ഥം അർത്ഥരൂപേണ ഗ്രാഹിതാസാതതസ്തയാ ഹൃഷ്ടാ പ്രതീതാ കൈകേയീ മന്ദരാം ഇദമബ്രവീത് സാഹിവാഖ്യേന കുബ്ജായാഃ കിശോരീവോൽപദം ഗദാ കൈകേയീ വിസ്മയം പ്രാപ്താ പരം പരമദർശനാ. സാ കൈകേയീ പ്രതീതാ പരമദർശന. ആ കൈകേയി വളരെ പ്രശസ്തയാണ്, നല്ല കാര്യങ്ങൾ കാണുന്നവളാണ്, വളരെ വിവേകമുള്ളവളായിരുന്നു, സദ്ബുദ്ധിയുള്ളവളായിരുന്നു. പക്ഷേ തതഃ കുബ്ജായാഃ വാക്യേന കിശോരീ ഇവ തയാ അനർത്ഥം അർത്ഥരൂപേണ ഗ്രാഹിത. ഈ കുബ്ജയുടെ കൂനിയുടെ വാക്കുകൾ കേട്ട് കിശോരി എന്ന പോലെ, കിശോരി എന്ന് പറഞ്ഞാല് കൊച്ചുകുട്ടി, വിവരം ഇല്ലാത്ത വിവേകമില്ലാത്ത കൊച്ചുകുട്ടി. ആ കൊച്ചുകുട്ടിയെ പോലെ എന്താ പറയുക, നന്മതിന്മകളെ തിരിച്ചറിയാത്തവളായിട്ട് തയാ അനർത്ഥം, അനർത്ഥമായ കാര്യം ഇപ്പോ അർത്ഥരൂപേണ ഗ്രാഹിത, ഇതാണ് നല്ല കാര്യം എന്ന് ഇപ്പൊ അവളങ്ങട് ഗ്രഹിച്ചു, നിശ്ചയിച്ചു എന്ന് പറയാം. പരം വിസ്മയം പ്രാപ്ത, അതോടുകൂടി അവള് അഹങ്കാരത്തെ പ്രാപിച്ചോളൂ. വിസ്മയത്തിന് അഹങ്കാരം എന്നർത്ഥം. സാ കൈകേയി ഉത്പദം ഗതാ, ആ കൈകേയി ഉത്പദം ഗമിച്ചു. ഉത്പദം എന്ന് പറഞ്ഞാൽ വഴിതെറ്റി നടക്കുന്നവളായി, അധർമ്മ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവളായി. അങ്ങനെ ഹൃഷ്ട, സന്തോഷത്തോടുകൂടി അവളായിട്ട് മന്ദരാം ഇതമബ്രവീത്, മന്ദരയോട് ഇപ്രകാരം പറയുകയാണ്. അപ്പൊ ഇതാണ് നല്ല കാര്യം എന്ന് തീരുമാനിച്ച് ഈ കാര്യം താൻ നടത്തിയിരിക്കും, രാജാവിനെ ഞാൻ വരച്ച വരയിൽ നിർത്തിയിരിക്കും എന്നുള്ള അഹങ്കാരത്തോടെ സന്തോഷത്തോടെ അവള് മന്ദരയോട് പറയണം. കുബ്ജേ ത്വാം നാവിജാനാമി ശ്രേഷ്ഠാം ശ്രേഷ്ഠാവിധായിനി പൃഥിവ്യാമസി കുബ്ജാനാം ഉത്തമാ ബുദ്ധി നിശ്ചയേ. ഹേ കുബ്ജേ, അല്ലയോ കൂനുള്ളവളെ, പൃഥിവ്യാം കുബ്ജാനാം ബുദ്ധി നിശ്ചയേ ഉത്തമാസി. ഈ ലോകത്തിലുള്ള കൂനികളിൽ വെച്ച് ആലോചിച്ച് ബുദ്ധി നിശ്ചയം ചെയ്യുന്ന കാര്യത്തില് നീ ഉത്തമയായിട്ട് വിലസുന്നു. നീ തന്നെയാണ് കേമ നമ്പർ 1 കുബ്ജ. കൂനികളിൽ വെച്ച് വലിയ ബുദ്ധിമതി നീയാകുന്നു. ത്വാം ശ്രേഷ്ഠാവിദായിനീം ശ്രേഷ്ഠാമഭിജാനാമിന, നീ എനിക്ക് ശ്രേഷ്ഠമായ കാര്യങ്ങളെ ഉപദേശിക്കുന്നവളായിട്ടുള്ള വളരെ ശ്രേഷ്ഠയാണ്, സമർത്ഥയാണ് എന്ന് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയില്ല കേട്ടോ. നിന്റെ മൂല്യം ഇത്രയുണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ത്വമേവ തു മമാർത്തേഷു നിത്യയുക്താ ഹിതൈഷിണി നാഹം സമവബുദ്ധ്യേയം കുബ്ജേ രാജ്ഞശ്ചികീർഷിതം. അഹം തു രാജ്ഞഃ ചികീർഷിതം സമബുദ്ധ്യേയം ന. ഞാനാകട്ടെ ആ രാജാവ് എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യത്തെ കുറിച്ച് ഇതുവരെ അറിഞ്ഞിരുന്നില്ല, ഒട്ടും ചിന്തിച്ചിരുന്നില്ല. മമ അർത്ഥേഷു കുബ്ജേ ത്വമേവ നിത്യയുക്താ ഹിതൈഷിണി. എന്റെ കാര്യങ്ങളിൽ, പ്രയോജനമുള്ള കാര്യങ്ങളിൽ ഹേ കുബ്ജേ, നീ തന്നെയാണ്, നീ മാത്രമേ ഉള്ളൂ വാസ്തവത്തില് നിത്യയുക്ത, എപ്പോഴും എന്നോട് ചേർന്ന് ഹിതൈഷിണി, എന്റെ ഹിതത്തെ ആഗ്രഹിക്കുന്നവളായിട്ട് എനിക്ക് വേണ്ടി ചിന്തിക്കുന്ന ആകെ ഒരു വെൽവിഷറേ ഉള്ളൂ ഇപ്പൊ എനിക്ക്, അത് നീയാണ്. ബാക്കിയുള്ളവരൊക്കെ, എന്റെ ചുറ്റുമുള്ളവരൊക്കെ കള്ളന്മാരാണ്. രാജാവ് പോലും എന്നെ വഞ്ചിച്ചു കളഞ്ഞില്ലേ. സന്ധി ദുസ്സംസ്ഥിതാ കുബ്ജാ വക്രാഹ പരമദാരുണാഹ ത്വം പദ്മമിവ വാതേന സംഹതാ പ്രിയദർശനാം. കുബ്ജാഹ പരമദാരുണാഹ ദുസ്സംസ്ഥിതാഹ വക്രാഹ സന്ധി. ലോകത്തിലെ കൂനുള്ള ആളുകളൊക്കെ വളരെ മോശക്കാരാണ്. പരമദാരുണാഹ, അവരുടെയൊക്കെ സ്വഭാവം ക്രൂരമായിരിക്കും. ദുസ്സംസ്ഥിതാഹ, ദുഷ്ട നടപടികൾ ചെയ്യുന്നവരായിരിക്കും. വക്രാഹ, കുടിലബുദ്ധിയുള്ളവരായിരിക്കും. അങ്ങനെയാണ് കാണപ്പെട്ടു വരുന്നത്. എന്നാൽ വാതേന പത്മമിവ സന്നദ്ധാ ത്വം പ്രിയദർശന. വാതേന എന്ന് പറഞ്ഞാൽ
വാദം കൊണ്ട് കാറ്റുകൊണ്ട് പത്മം ഇവ ഒരു താമരത്തണ്ട് താഴ്ന്നു കിടക്കുന്നത് പോലെ സന്നദ്ധ മുതുകു വളഞ്ഞവളായിട്ട് ത്വം പ്രിയദർശന നീ ഞങ്ങൾക്ക് പ്രിയം ദർശിക്കുന്നു, പ്രിയമായിട്ട് തോന്നുന്നു. അപ്പൊ താമര കാറ്റത്ത് ഒന്ന് ചാഞ്ഞു കിടക്കുന്നത് പോലെയുള്ളൂ, അതൊരു സൗന്ദര്യമാണ്. അപ്പൊ നിനക്ക് കൂന് സൗന്ദര്യമാണ് കേട്ടോ എന്നാണ് അവളെ പുകഴ്ത്തുകയാണ്. ഇപ്പൊ നിന്നെ കാണുമ്പോ എനിക്ക് ഒരു താമര കാറ്റത്ത് ചാഞ്ഞു കിടക്കും പോലെ തോന്നാം. ഉരസ്തേ വിനിവിഷ്ടം വയ്യാവസ്കന്ധം സമുന്നതം അധസ്താചോദരം ശാഖം സുനാപമിവലജിതം തേ ഉരഹ യാവത് സ്കന്ധം വൈ സമുന്നതം അഭിനിവിഷ്ടം. നിന്റെ ഉരസ്, നിന്റെ മാറിടം യാവത് സ്കന്ധം തോൾ വരേക്ക്, സ്കന്ധം എന്നാൽ തോൾ വരേക്കും, സമുന്നതം അഭിനിവിഷ്ടം ഇപ്പോ ഉയർന്നു നിൽക്കുകയാണ്. അധസ്താത് സുനാപം ഉദരം ലജ്ജിതം ഇവ ശാന്തം. അതിന്റെ താഴെയായിട്ട് നിന്റെ നാഭി, നിന്റെ നല്ല പൊക്കിൾക്കൊടിയോടുകൂടിയ നിന്റെ വയറ് ലജ്ജിച്ചതുപോലെ ചടച്ചിരിക്കുകയാണ്. ശാന്തം എന്ന് പറഞ്ഞാൽ ചടച്ച് ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇതൊരു സൗന്ദര്യമാണെന്നാണ് ഇപ്പൊ കൈകേയി കുബ്ജയെ വർണ്ണിക്കുകയാണ്. പരിപൂർണം ച ജഗനം സുപീനൗ ച പയോദരൗ വിമലേന്ദു സമം വക്രം അഹോരാജസി മന്ദരേ. ഹേ മന്ദരേ, അഹോരാജസി, നീ വളരെയധികം ശോഭിക്കുന്നു, രാജിക്കുന്നു എന്നർത്ഥം. ജഗനം പരിപൂർണം, നിന്റെ അരക്കെട്ട് എത്ര വിശാലമായതാണ്. പയോദരൗ സുപീനൗ, നിന്റെ സ്തനങ്ങൾ എത്ര വലുതാണ്. വക്രം വിമലേന്ദു സമം, നിന്റെ മുഖം നല്ല പൂർണ്ണചന്ദ്രനെ പോലെ തെളിഞ്ഞു പ്രകാശിക്കുന്നു. സൗന്ദര്യം വന്നു. ജഗനം തവ നിർക്കുഷ്ടം രസനാദാമശോഭിതം ജംഗേ വൃഷമുപന്യസ്തേ പാദൗ ചാപ്യായതൗ ഉഭൗ. നിന്റെ ജഗനം അരക്കെട്ട് രസനാദാമശോഭിതം, അരഞ്ഞാൺ കൊണ്ട് ശോഭിക്കുന്നു. നിർക്കുഷ്ടം, അത് നല്ലതുപോലെ കിലുങ്ങുന്നതായിരിക്കുന്നു, ഘോഷിക്കുന്നതായിരിക്കുന്നു. ജംഗേ വൃഷം ഉപന്യസ്തേ, നിന്റെ കണങ്കാലുകൾ നല്ലതുപോലെ യോജിപ്പുള്ളവയാണ്. പാദവും ഉപൗ അഭി ആയതവും, നിന്റെ കാലുകള് നല്ല നീളമുള്ളവയാണ്. സൗന്ദര്യ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ത്വം ആയതാഭ്യാം സഖിഭ്യാം മന്ദരേ ക്ഷൗമവാസിനി അഗ്രതോ മമ ഗച്ഛന്തി രാജഹംസീവരാജസേ. ഹേ മന്ദരേ, മമ അഗ്രതഃ ആയതാഭ്യാം സഖിഭ്യാം ക്ഷൗമവാസിനി ഗച്ഛന്തി ത്വം രാജഹംസീവരാജസേ. അല്ലയോ മന്ദരേ, നീ എന്റെ മുമ്പിൽ നടക്കുമ്പോ ആയതാഭ്യാം സഖിഭ്യാം, സക്തി എന്ന് പറഞ്ഞാൽ തുടയാണ്, തുടയല് സക്തിയാണ്. ആ ഉരുക്കളയും സക്തി എന്ന് പറയും. അപ്പൊ വലിയ നീണ്ട തുടകളോടുകൂടി ക്ഷൗമവാസിനി ഗച്ഛന്തി, പട്ടുവസ്ത്രവും ധരിച്ച് എന്റെ മുമ്പേ നടക്കുന്ന നിന്നെ കാണുമ്പോ രാജഹംസീവരാജസേ, നല്ല അരയുന്ന പേടയെ പോലെ കാണുന്നു നീ. അപ്പൊ പ്രിയം പറയുന്നവർക്കൊക്കെ സൗന്ദര്യം കൂടും അല്ലെ. അതുകൊണ്ട് നമുക്ക് സൗന്ദര്യം കൂട്ടണമെങ്കിലുള്ള വഴി എന്താന്ന് പറഞ്ഞു തരികയാണ്. നമ്മൾ എല്ലാവരോടും പ്രിയംവദരായിരിക്കുക. ശംബരേ മായാഹ സഹസ്രം അസുരാദിവേ സർവാസ്ത്വൈ നിവിഷ്ടാസ്താ ഭൂയശ്ചാന്യാ സഹസ്രശഃ. ആ യുദ്ധത്തിൽ അസുരാധിപനായിട്ട് ശംബരൻ ഏതൊക്കെ മായകൾ പ്രയോഗിച്ചോ, ആയിരക്കണക്കിന് മായകൾ ഉണ്ടായിരുന്നു അവന്റെ കയ്യില്. അതെല്ലാം ഇപ്പോ അതിനേക്കാൾ കൂടുതലായിട്ട് നിന്റെ കയ്യിൽ കിടക്കണു. നീ ഏതാ മുതല് എന്നാ. ആ മായാവിയായ അസുരനേക്കാൾ പല മായകളും നിന്റെ കയ്യില്, അതിനേക്കാൾ വർദ്ധിച്ച മായകൾ ഇരിപ്പുണ്ട് എന്നാണ്. തവേദം സ്ഥഗുപ്യ ദീർഘം രഥഘോണം ഇവായതം മതയക്ഷത്രവിദ്യാശ്ച മായാശ്ചാത്ര വസന്തിതേ. തേ മതയഃ ക്ഷത്രവിദ്യാഃ മായാഃ ച തവ അത്ര സ്ഥഗു വസന്തി. നിന്റെ ബുദ്ധി, നിന്റെ ദീർഘമായുള്ള ബുദ്ധി, ആലോചനകള്, ക്ഷത്രവിദ്യ, ആ രാജാക്കന്മാരോടുള്ള രാജനീതി, അങ്ങനെയുള്ള നിയമങ്ങള്, കാര്യങ്ങള്, അധികാരത്തോടുള്ള കാര്യങ്ങള്, അതുപോലെ രാജ്യതന്ത്രങ്ങളിലുള്ള മായ, ഇതെല്ലാം നിന്റെ സ്ഥഗു വസന്തി. സ്ഥഗു എന്ന് പറഞ്ഞാൽ നിന്റെ കൂനിലാണ് അതൊക്കെ ഇരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ കൂന് ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാണ്ഡം പോലെ.
എല്ലാ ബുദ്ധിയും എല്ലാ സാമർഥ്യവും മായയും ഒക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മായാവിയുടെ കയ്യിലുള്ള ഒരു ഭാണ്ഡം എങ്ങനെയോ അതുപോലെയാണ് ഈ കൂന് എന്നാ പറയുന്നത്. യദിദം രഥകോണം ഇവ ദീർഘമായതം. അതുകൊണ്ട് തന്നെയാണ് നിന്റെ ഈ മുതുക്, ഈ കൂന് രഥകോണം ഇവ. രഥകോണം എന്ന് പറഞ്ഞാല് രഥത്തിന്റെ ഹബ്ബ്, ആ വലിയ ഭാഗം അതുപോലെ നീണ്ട് പെരുത്തിരിക്കുകയാണ്, വലുതായിട്ടിരിക്കുന്നു. അപ്പൊ അത് മുഴുവൻ മുതലാണേ, അത് മുഴുവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ. അത്രതേ പ്രതിമോക്ഷ്യാമി മാലാം കുബ്ജേ ഹിരൺമയീം അഭിഷിക്തേ ച ഭരതേ രാഘവേ ച വനംഗതേ. ഹേ കുബ്ജേ, അല്ലയോ കൂനുള്ളവളെ, രാഘവേ വനംഗതേ, രാമൻ വനത്തിലേക്ക് പോയി കഴിയുമ്പോൾ, ഭരതേ അഭിഷിക്തേ, ഭരതൻ അഭിഷേകം ചെയ്തു കഴിയുമ്പോൾ, തേ അത്ര ഹിരൺമയീം മാലാം പ്രതിമോക്ഷ്യാമി, നിന്റെ ഈ കൂനിന്റെ മുകളില് ഞാനൊരു മാല, നല്ലൊരു സ്വർണമാല ധരിപ്പിക്കാൻ പോവുകയാണ് എന്നാണ്. അല്ലെ, കാളപ്പുറത്ത് കാളയുടെ കൂനിന്റെ മുകളിൽ അലങ്കാരം ചെയ്യുന്ന പോലെ നിന്റെ ഈ കൂനിനൊരു പ്രത്യേക മാല ഞാൻ ചാർത്തുന്നതാണെന്നാണ്. കാരണം അത് അത്രയും വിശേഷപ്പെട്ട കൂനാണെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ജാത്യേന സുവർണേന സുനിഷ്ടപ്തേന മന്ധരേ ലബ്ധാർഥാ ച പ്രതീതാ ച ലേപയിഷ്യാമി തേ സ്ഥഗൂ. ഹേ മന്ധരേ ലബ്ധാർഥാ പ്രതീതാ, ഞാൻ എന്റെ അർത്ഥം ലഭിച്ചു കഴിയുമ്പോ, കാര്യം കഴിഞ്ഞു കഴിയുമ്പോ, ഞാൻ സന്തോഷം ആയി കഴിയുമ്പോ, സുനിഷ്ടപ്തേന ജാത്യേന സുവർണേന തേ സ്ഥഗു ലേപയിഷ്യാമി, നല്ലതുപോലെ നിഷ്ഠപ്തം എന്ന് പറഞ്ഞാൽ അരച്ചത്, അരച്ചത് എന്നൊക്കെ അർത്ഥമാണ്. മാവ് പോലെ ആക്കിയതായിട്ടുള്ള ജാത്യേന സുവർണേന, നല്ല സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട്, ജാതി കൊണ്ട് സുവർണമായിരിക്കുന്ന ചന്ദനം മുതലായതുകൊണ്ട് തേ സ്ഥഗു ലേപയിഷ്യാമി, നിന്റെ കൂനിൽ ഞാന് ലേപനം ചെയ്യും. ഇപ്പൊ മാല അണിയിക്കൽ മാത്രമല്ല, പല സുഗന്ധദ്രവ്യങ്ങളൊക്കെ നിന്റെ കൂനിൽ ഞാന് തേച്ചു തരാം. മുഖേ ചതിലകം ചിത്രം ജാതരൂപമയം ശുഭം കാരയിഷ്യാമി തേ കുബ്ജേ ശുഭാന്യാഭരണാനി ച. ഹേ കുബ്ജേ, തേ മുഖേ ചിത്രം ശുഭം ജാതരൂപമയം തിലകം ച ശുഭാനി ആഭരണാനി ച കാരയിഷ്യാമി. അല്ലയോ കൂനി, നിന്റെ മുഖത്ത് നല്ല വിചിത്രമായിട്ടുള്ള പ്രകാശമേറിയ ഭംഗിയേറിയ ജാതരൂപമയം എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ട് അരച്ചുണ്ടാക്കിയ തിലകം, സ്വർണ്ണ തിലകം നിന്റെ നെറ്റിയിൽ ഞാൻ ചാർത്തും. ശുഭാനി ആഭരണാനി കാരയിഷ്യാമി, നല്ല ആഭരണങ്ങളും നിനക്ക് ഞാൻ അണിയിച്ചു തരുന്നുണ്ട്. പരിദായ ശുഭേ വസ്ത്രേ ദേവദേവ ചരിഷ്യസി, നീ നല്ല വസ്ത്രങ്ങളെ കൊടുത്തുകൊണ്ടൊരു ദേവതയെ പോലെ സഞ്ചരിക്കും. ചന്ദ്രമാഹ്വയമാനേന മുഖേന അപ്രതിമാനന ഗമിഷ്യസി ഗതിം മുഖ്യാം ഗർഹയന്തി ദ്വിഷജ്ജനം. ചന്ദ്രം ആഹ്വയമാനേന മുഖേന, ചന്ദ്രനെ നീ വെല്ലുവിളിക്കുന്നവളായിട്ടുള്ള മുഖം കൊണ്ട്, അപ്പൊ നിന്റെ മുഖം ചന്ദ്രനെ വെല്ലുവിളിക്കുന്ന അത്രയും സുന്ദരമായിട്ടുള്ള മുഖം കൊണ്ട്, അപ്രതിമാനന, പ്രതിമയില്ലാത്ത മുഖത്തോടുകൂടി എന്ന് വെച്ചാൽ തുലനമില്ലാത്ത ഉപമയില്ലാത്ത മുഖത്തോടു കൂടിയവളായിട്ട്, ദ്വിഷജ്ജനം ഗർഹയന്തി, നിന്നെ ദ്വേഷിക്കുന്നവരെയൊക്കെ നിന്ദിച്ചുകൊണ്ട്, മുഖ്യാം ഗതിം ഗമിഷ്യസി, വലിയ പ്രധാനിയായിട്ട് നീ ഈ രാജകൊട്ടാരത്തിൽ വിലസും, സഞ്ചരിക്കും. അപ്പോ എല്ലാവരെയും, നിന്നെ ഇതുവരെ പരിഹസിച്ച കൂനി കൂനി എന്ന് വിളിച്ചവരെയൊക്കെ നീ ഒരു പാഠം പഠിപ്പിക്കണം. അതിനുവേണ്ട അലങ്കാരങ്ങളൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരും. നിന്റെ മുഖം ചന്ദ്രനെ വെല്ലുവിളിക്കുന്നതായിരിക്കും. നിന്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കൊണ്ട് നിന്നെ നിന്ദിച്ചവരെയൊക്കെ നീ നിന്ദിച്ചുകൊണ്ട് നീ ഇവിടെ പരിഹസിക്കുന്നവളായിരിക്കുന്ന. തവാപി കുബ്ജാഹ കുബ്ജായാഹ സർവാഭരണഭൂഷിതാഹ പാദൗ പരിചരിഷ്യന്തി യദൈവ ത്വം സദാ മമ. മമ ത്വം യദായേവ, എപ്രകാരമാണോ നീ എന്റെ പാദങ്ങളെ സേവിക്കുന്നത് അതുപോലെ കുബ്ജായാഹ തവാപി, കൂനിയായിട്ടുള്ളവളാണെങ്കിലും നിനക്കും സർവാഭരണഭൂഷിതാഹ കുബ്ജാഹ, ആഭരണ വിഭൂഷിതകളായിട്ടുള്ള മറ്റു കൂനികളായിട്ടുള്ള സ്ത്രീകള് സദാ പാദൗ പരിചരിഷ്യന്തി, എപ്പോഴും നിന്റെ പാദങ്ങളെ പരിചരിച്ചുകൊണ്ട് നിനക്ക് ധാരാളം ദാസിമാരെ ഞാൻ അപ്പോയിന്റ് ചെയ്ത് തരുന്നുണ്ട്. നീ ചെറിയ ആളല്ല, നീ എന്റെ പ്രധാനമന്ത്രിയാണ് അല്ലെ.
അതുകൊണ്ട് ആ സ്ഥാനം നിനക്ക് വേണ്ടതുപോലെ ഞാൻ നൽകുന്നതായിരിക്കും. ഇതി പ്രശസ്യമാനാസ കൈകേയീമിതമബ്രവീത് ശയാനാം ശയനേ ശുഭ്രേ വേദ്യാം അഗ്നിശിഖാമിവ. ഇതി പ്രശസ്യമാനാസ, ഇങ്ങനെ പ്രശംസിക്കപ്പെട്ടവളായ കുനി, ആ കുബ്ജ, ശുഭ്രേ ശയനേ വേദ്യാം അഗ്നിശിഖാമിവ ശയാനാം കൈകേയീമിതമബ്രവീത്, നല്ല ശുഭ്രമായ ശയനത്തിൽ ആ മെത്തയിൽ കിടക്കുന്ന അഗ്നിജ്വാല എന്ന പോലെ, ഒരു വിവാഹവേദിയിൽ അഗ്നിജ്വാല ജ്വലിക്കുന്നത് പോലെ പ്രകാശിക്കുന്നവളായ ആ കിടക്കുന്ന കൈകേയിയോട് ഇപ്രകാരം പറഞ്ഞു. ഗതോദകേ സേതു ബന്ധോ ന കല്യാണി വിധീയതേ ഉത്തിഷ്ഠ കുരു കല്യാണം രാജാനം അനുദർശയ. ഹേ കല്യാണി, അല്ലയോ ഉത്തമയായിരിക്കുന്നവളെ, ഗതോദകേ സേതുബന്ധ ന വിധീയതേ. അതെ, വെള്ളമെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും അണ കെട്ടുവോ? സേതുബന്ധം എന്ന് പറഞ്ഞാൽ അണ കെട്ടുക, വരമ്പ് കെട്ടുക. ഇപ്പൊ വെള്ളമെല്ലാം ചോർന്നു പോയിട്ട് പിന്നെ കൃഷിക്ക് വേണ്ടി ആരെങ്കിലും വരമ്പ് കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് വെള്ളം പോകുന്നതിന് മുമ്പ് വേണം വരമ്പും അണക്കെട്ടും ഒക്കെ ഒരുക്കാനായിക്കൊണ്ട്. അപ്പോ നീ ഇങ്ങനെ സമയം കളയണ്ട എന്നാ പറയുന്നത്. കാര്യം കഴിഞ്ഞു കഴിഞ്ഞിട്ടേ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് വേഗം ആവട്ടെ കാര്യങ്ങള്. അതുകൊണ്ട് ഉത്തിഷ്ഠ, വേഗം എഴുന്നേൽക്ക്, കല്യാണം ഗുരു, നിനക്ക് കാര്യം സാധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂ. രാജാനം അനുദർശയ, മഹാരാജാവിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവളായിരിക്കെ വേഗ കാര്യങ്ങൾ നടക്കട്ടെ. തഥാ പ്രോത്സാഹിതാ ദേവി ഗത്വാ മന്ദരയാ സഹ ക്രോധാകാരം വിശാലാക്ഷി സൗഭാഗ്യമതഗർവിത അനേക ശതസാഹസ്രം മുക്താഹാരം വരാംഗന അവമുച്യ മഹാർഹാണി ശുഭാനി ആഭരണാനി ച തതോ ഹേമോപമാ തത്ര കുബ്ജാവാക്യവശം ഗതാം സംവിശ്യ ഭൂമൗ കൈകേയീ മന്ദരാം ഇദമബ്രവീത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. തതഹ, അപ്പൊ തന്നെ, തഥാ പ്രോത്സാഹിത, അവളാൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടവളായ ആ കൈകേയി സൗഭാഗ്യമതഗർവിത, തന്റെ സൗന്ദര്യത്തില് ഗർവമുണ്ടവൾക്ക്. ഈ തന്റെ സൗന്ദര്യം കൊണ്ട് ദശരഥനെ വരച്ച വരയിൽ നിർത്താം എന്നുള്ള ഗർവത്തോടുകൂടി വിശാലാക്ഷി വരാംഗന ദേവി കൈകേയി, അതിസുന്ദരമായ കണ്ണുകളോടുകൂടിയ സൗന്ദര്യവതിയായ രാജ്ഞിയായ കൈകേയി കുബ്ജാവാക്യവശംഗത, ആ കുബ്ജയുടെ വാക്യവശംഗതയായിട്ട് ക്രോധാകാരം മന്ദരയാ സഹഗത്വ, ആ ക്രോധഗൃഹത്തിലേക്ക് മന്ദരയോടുകൂടി ഗമിച്ച് അനേക ശതസാഹസ്രം മുക്താഹാരം മഹാർഹാണി ശുഭാനി ആഭരണാനി അവമുച്യ, താൻ ധരിച്ചിരുന്ന അനേക മുത്തുമാലകള്, മറ്റു ആഭരണങ്ങള്, എല്ലാ ആഭരണങ്ങളെയൊക്കെ അവമുച്യ എന്ന് പറഞ്ഞാൽ വലിച്ചെറിഞ്ഞ്, താഴെ വലിച്ചെറിഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് തത്ര ഭൂമൗ ഹേമോപമാ സംവിശ്യ, അവിടെ ഭൂമിയില് ഒരു സ്വർണ്ണ പാവയെ പോലെ കിടക്കുന്നവളായിട്ട് മന്ദരാമിതമബ്രവീത്, മന്ദരയോട് ഇങ്ങനെ പറയണം. ഇഹവാമാമൃതാം കുബ്ജേ നൃപായ ആവേദയിഷ്യസി വനം വാ രാഘവേ പ്രാപ്തേ ഭരതഃ പ്രാപ്സ്യ ദീക്ഷിതിം. രാഘവേ വനം പ്രാപ്തേ വാ ഭരതഃ ക്ഷിതിം പ്രാപ്സ്യതി വാ. രാമൻ കാട്ടിലേക്ക് പോയി എന്നാൽ ഇനി ഭരതൻ രാജ്യത്തെ പ്രാപിക്കും. അതില്ലെങ്കിലോ കുബ്ജേ ഇഹമാം മൃതാം നൃപായ ആവേദയിഷ്യസി, ഇവിടെ തന്നെ ഞാൻ മരിച്ചു കിടക്കുന്നവളെ, മരിച്ചു പോയവളായിട്ട് നീ രാജാവിനെ അറിയിക്കണം. അപ്പൊ ഇനി ഞാൻ ഇവിടുന്ന് അനങ്ങുന്ന പ്രശ്നമില്ല. രാജാവ് ഇങ്ങോട്ട് വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി. വന്നാൽ കാര്യങ്ങളൊക്കെ നടക്കും, വന്നില്ലെങ്കിലോ രാമാഭിഷേകം നടക്കും. അങ്ങനെ രാമാഭിഷേകം നടന്നാലോ ഞാൻ മരിച്ചിരിക്കും. ആ വിവരം നീ രാജാവിനെ അറിയിക്കണം. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടാണ്, ഞാൻ ഇതിനു വേണ്ടി മരിക്കാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. സുവർണേന മേഹ്യർത്ഥോ ന രത്നൈർന ച ഭോജനൈഃ ഏഷ മേ ജീവിതസ്യാന്തോ രാമായദ്യഭിഷിച്യതേ. മേ സുവർണേന അർത്ഥഃ ന, എനിക്ക് സ്വർണം കിട്ടിയിട്ട് എന്ത് കാര്യം? ഒരു പ്രയോജനമില്ല. രത്നൈഹീന, രത്നങ്ങൾ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഭോജനൈഹീന, നല്ല ഭോജ്യങ്ങളൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം? ഒന്നും ആവശ്യമില്ല. രാമഃ അഭിഷിച്യതേ യദി ഏഷഃ ഹി മേ ജീവിതസ്യ അന്തഃ. രാമൻ അഭിഷേകം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ അന്ത്യം.
അതോടുകൂടി ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും എന്നുള്ളതാണ്. അതോ പുനസ്താം മഹിഷീം മഹീക്ഷിതോ വചോഭിരത്യർത്ഥ മഹാപരാക്രമൈഃ ഉവാച കുബ്ജാ ഭരതസ്യ മാതരം ഹിതം വചോ രാമമുപേത്യ ചാഹിതം. അതഃ കുബ്ജാ മഹീക്ഷിതഃ മഹിഷീം ഭരതസ്യ മാതരം ച താം രാമം അഹിതം ഉപേത്യ അത്യർത്ഥ മഹാപരാക്രമൈഃ വചോഭിഃ ഹിതം വചഃ പുനഃ ഉവാച. അപ്പൊ ഇതൊക്കെ കേട്ടിട്ടും ആ കൂനി വിടാൻ പാവില്ല, ഒന്നുകൂടെ സ്ക്രൂ കൂട്ടുകയാണെന്ന്. എന്താ പറയണ? അപ്പൊ ആ കുബ്ജാ മഹീക്ഷിതഃ മഹിഷീം, മഹാരാജാവിന്റെ ഭാര്യയായിരിക്കുന്ന ഭരതസ്യ മാതരം, ഭരതന്റെ അമ്മയുമായിട്ടുള്ള താം, അവളെ കൈകേയിയോടായിട്ട് രാമം അഹിതം ഉപേത്യ, രാമന്റെ അഹിതത്തെ കുറിച്ച് തന്നെ അത്യർത്ഥ മഹാപരാക്രമൈഃ വചോഭിഃ, അതിസാഹസങ്ങളോടുകൂടിയ വാക്കുകളെ കൊണ്ട്, ക്രൂരങ്ങളായ വാക്കുകളെ കൊണ്ട്, ആര് കേട്ടാലും സൈക്കിളിൽ എത്രയൊക്കെ കഠിന വാക്കുകളൊക്കെ പ്രയോഗിക്കണോ രാമനെ കുറിച്ച് എന്നൊക്കെ. അപ്പൊ രാമനെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുബ്ജ പറയുന്നത്. അങ്ങനെ ഹിതം വചഃ പുനഃ ഉവാച, ആ കൈകേയിക്ക് ഹിതമായ വാക്കുകളെ വീണ്ടും ഇതാ പറയുകയാണ്. പ്രബൽസ്യതേ രാജ്യമിദം ഹി രാഘവോ യദി ധ്രുവം ത്വം സസുതാ ച തപ്സ്യസേ അതോ ഹി കല്യാണി യതസ്വ തത്തഥാ യദാ സുതസ്തേ ഭരതോ വിശേക്ഷ്യതേ. ഹേ കല്യാണി രാഘവഃ ഇദം രാജ്യം പ്രബൽസ്യതേ യദി ത്വം സസുതാ ധ്രുവം തപ്സ്യസേ. അല്ലയോ കല്യാണി, രാഘവൻ ഈ രാജ്യം പ്രാപിക്കുന്നു എങ്കിൽ ത്വം സസുത, നീ പുത്രനോടുകൂടിയവളായിട്ട് ധ്രുവം തപ്സ്യസേ, ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും തപിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അതഃ യദാ ഹി തേ സുതഃ ഭരതഃ അഭിഷേക്ഷ്യതേ തദാ ഹി തൽ യതസ്വ. അതുകൊണ്ട് എപ്രകാരമായാൽ നിന്റെ പുത്രനായ ഭരതൻ അഭിഷേകം ചെയ്യപ്പെടുമോ അപ്രകാരം നീ പ്രയത്നം ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി തന്നെ നീ കച്ചകെട്ടിയിരിക്കണം. തദാ വിവിദ്ധാ മഹിഷീ തു കുബ്ജയാ സമാഗതാ വാഗിഷുഭിർമുഹുർമുഹുഃ നിധായ ഹസ്തൗ ഹൃദയേതി വിസ്മിതാ ശശംസ കുബ്ജാം കുപിതാം പുനഃ പുനഃ. ആ മഹിഷി, രാജാവിന്റെ പത്നിയായ കൈകേയി, തഥാ കുബ്ജയാ വാഗിഷുഭിഃ അതിവിദ്ധ, അപ്രകാരം ആ കുബ്ജയാൽ കൂനിയാൽ വാക്കാകുന്ന അസ്ത്രങ്ങളെ കൊണ്ട്, വാക് ഇഷുഭിഃ അതിവിദ്യ, അതിവിദ്യ നല്ലതുപോലെ മുറിവേൽപ്പിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അവളുടെ ഉള്ളിൽ പുണ്ണിൽ കുത്തുകയാണ് പിന്നെയും പിന്നെയും. അല്ലെങ്കിൽ തന്നെ അവള് പറയടാണ്, ഇനി അവളുടെ വറിയെ കൂട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കുത്തുകയാണ് എന്നർത്ഥം. മുഹുർമുഹു സമാഹതാം, അത് വീണ്ടും വീണ്ടും നെഞ്ചിൽ തറയ്ക്കുന്നവളായിട്ട്, ആക്രമിക്കപ്പെടുന്നവളായിട്ട്. പുനഃ അതിവിസ്മിത, പിന്നീട് അവള് ബുദ്ധികെട്ടവളായിട്ട്. ഹൃദയേ ഹസ്തൗ നിദായ, ആ നെഞ്ചത്ത് കൈകൾ വെച്ചുകൊണ്ട് കുപിതാം കുബ്ജാം പുനഃ ശശംസ, ആ കോപിച്ചു നിൽക്കുന്ന കൂനിയോട് വീണ്ടും ഇപ്രകാരം പറയുകയാണ്. അപ്പൊ കൂനിയും നല്ലോണം കോപം അഭിനയിക്കുന്നുണ്ട്, ഇവളെ ചൂടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ ഇവള് കൈകേയി കുനിയോട് പറയാണ്, യമസ്യ വാമാം വിഷയം ഗതാമിതോ നിശാമ്യ കുബ്ജേ പ്രതിവേദയിഷ്യസി വനം ഗദേവാ സുചിരായ രാഘവേ സമൃദ്ധ കാമോ ഭരതോ ഭവിഷ്യതി. ഹേ കുബ്ജേ, രാഘവേ സുചിരായ വനം ഗദേവ, രാമൻ വളരെ കാലത്തേക്ക് വനം കാട്ടിലേക്ക് പോകുന്നു എങ്കിൽ ഭരതഃ സമൃദ്ധ കാമഃ ഭവിഷ്യതി, ഭരതൻ തന്റെ കാമങ്ങളെല്ലാം പ്രാപിച്ചവനായി സമൃദ്ധനായി ഭവിക്കും. അതല്ലെങ്കിൽ അഥവാ മാമിതഃ യമസ്യ വിഷയം ഗതാം നിശാമ്യ പ്രതിവേദയിഷ്യസി, ഞാൻ ഇവിടെ നിന്ന് യമലോകം പ്രാപിച്ചതിനെ നീ കേൾക്കും, ഞാൻ മരിച്ചു എന്ന് കേൾക്കും. അപ്പൊ നീ അത് ദശരഥനോട് ചെന്ന് അറിയിക്കേണ്ടതാണ്, ഞാൻ മരിച്ചു എന്നുള്ള വിവരം. അഹം ഹി നൈവാസ്തരണാനി ന സ്രജഃ ന ചന്ദനം നാഞ്ജനപാന ഭോജനം ന കിഞ്ചിദിച്ഛാമി ന ചേഹ ജീവിതം ന ചേദിതോ ഗച്ഛതി രാഘവോ വനം. രാഘവഃ ഇദം വനം ഗച്ഛതി ന ചേത്, രാമൻ ഇവിടുന്ന് വനത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ അഹം കിഞ്ചിത് ഹി നയിച്ചാമി, ഞാൻ ഒന്നും തന്നെ ഇച്ഛിക്കുന്നില്ല, എനിക്ക് ഒന്നും വേണ്ട.
ആസ്തരണാനി ഏവന്, എനിക്ക് ശയനങ്ങൾ മെത്തകൾ ഒന്നും വേണ്ട. സ്രജഹന, മാലകൾ വേണ്ട. ചന്ദനം ന, എനിക്ക് ലേപനങ്ങളൊന്നും വേണ്ട. അഞ്ജന പാന ഭോജനം, കണ്ണെഴുതുകയോ ഉണ്ണുകയോ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും വേണ്ട. നൈഹ ജീവിതം ചേന, എനിക്ക് ഈ ലോകത്തിലുള്ള ജീവിതവും വേണ്ട. എനിക്കൊന്നും വേണ്ട രാമൻ കാട്ടിലേക്ക് പോയില്ല എങ്കിൽ. അധൈതദുക്ത്വാ വചനം സുദാരുണം നിദായ സർവാഭരണാനി ഭാമിനി അസംവൃതാം ആസ്തരണേന മേദിനീം തദാതിശിഷ്യേ പതിദേവ കിന്നരീ. ഏതത് സുദാരുണം വചനമുക്ത്വാ, ഇപ്രകാരമുള്ള കഠിനങ്ങളായ വാക്കുകളെ പറഞ്ഞുകൊണ്ട് ആ ഭാമിനി സുന്ദരിയായ കൈകേയി അത് സർവ ആഭരണാനി നിദായ, എല്ലാ ആഭരണങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് പതിതാ കിന്നരീവ, ആകാശത്തുനിന്ന് വീണതായിട്ടൊരു കിന്നര ദേവിയെ പോലെ, അല്ലെ, ഗന്ധർവന്മാര് കിന്നരന്മാര് എന്ന് പറയും പോലെ ആ കിന്നര വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ വീണ് കിടക്കുകയാണോ എന്ന് തോന്നും പോലെ ആസ്തരണേന അസമൃതാം മേദിനിയും തഥാ അതിശിഷ്യേ, മെത്തയാൽ കവർ ചെയ്യപ്പെടാത്ത, മെത്ത കൊണ്ട് വിരിക്കപ്പെടാത്തതായിട്ടുള്ള ഭൂമിയില്, വെറും ഭൂമിയില് അതിശിഷ്യേ, അതിശയനം ചെയ്തു, പുടക്കിടന്നു എന്നർത്ഥം. വെറും നിലത്ത് കിടന്നു. ഉദീർണ സംരംഭതമോ വൃദാനന തദാവമുക്തോത്തമമാല്യഭൂഷണ നരേന്ദ്രപത്നി വിമലാബഭൂവസ തമോ വൃദാദ്യൗരിവമഗ്നതാരക. സാ നരേന്ദ്രപത്നി, ആ രാജാവിന്റെ പത്നിയായ കൈകേയി, തഥാ വിമലാഹ, അപ്രകാരം മനസ്സ് കെട്ടവളായി, ബുദ്ധിയില്ലാത്തവളായി എന്നൊക്കെ അർത്ഥം. ഉദീർണ സംരംഭതമോ വൃദാനന, നല്ലതുപോലെ വർദ്ധിച്ചതായുള്ള കോപം കൊണ്ട് മൂടപ്പെട്ട മുഖത്തോട് കൂടിയിട്ട്, കോപമാകുന്ന ഇരുട്ടിനാൽ മുഖം മൂടി, അപ്പൊ മുഖം മുഴുവൻ കോപം കൊണ്ട് ഇരുണ്ടു എന്നർത്ഥം. ആ രീതിയിൽ മൂടപ്പെട്ട മുഖത്തോട് കൂടിയവളായി അവമുക്തോത്തമ മാല്യഭൂഷണ, ഉത്തമ മാല്യങ്ങളും ഭൂഷണങ്ങളും ഒക്കെ അവമോചനം ചെയ്ത് വലിച്ചെറിഞ്ഞ് ആഭരണങ്ങളൊക്കെ ദൂരേക്ക് കളഞ്ഞ് മഗ്നതാരക തമോവൃത ദ്യൗഭൂയിവ ബഭൂവ, താരകങ്ങളില്ലാത്ത, നക്ഷത്രങ്ങളില്ലാത്ത ഇരുട്ടടഞ്ഞ ആകാശം പോലെ ഭവിച്ചു എന്നാണ്. ഇവിടെ ശരീരത്തിലെ ആഭരണങ്ങളൊക്കെ ധരിച്ചിരിക്കുമ്പോ നല്ല നക്ഷത്രങ്ങളോട് കൂടിയ ആകാശം പോലെ ശോഭിച്ചിരുന്നു. ഇപ്പൊ എല്ലാം വലിച്ചെറിഞ്ഞ് ഇരുട്ടടഞ്ഞ ആകാശം പോലെയായി തീർന്നു. ഇവള് മേഘാവൃതമായ ആകാശം പോലെ അവളുടെ ഭാവം ക്രോധം കൊണ്ട് കറുത്തിരുണ്ടു എന്ന് താല്പര്യം. അവളുടെ സൗന്ദര്യമെല്ലാം മാറി ക്രോധഭാവം നിറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ പൂർണ്ണമാകുന്നത്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകീയേ ആദികാവ്യേ അയോധ്യാകാണ്ഡേ നവമഃ സർഗഃ. ഇനി അടുത്ത സർഗത്തില് ദശരഥന്റെ വരവും ദശരഥൻ കൈകേയിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുമാണ്. വളരെയധികം കഷ്ടപ്പെടുന്ന ദശരഥനെ കാണാം. നമുക്ക് നാളെ കാണാം. ഇന്നിപ്പോ നിർത്തുകയാണ്. ഇന്നിവിടെ സമർപ്പിക്കുക. ഓം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണനിധനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമൽ സ്മരണാത് ഭവേത്. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ
ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. പ്രസാദം വരുന്നുണ്ട്, വാങ്ങിച്ചിട്ട് പോകാം എല്ലാവരും. അതുപോലെ നാളെ ഗുരുപൂർണിമ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആശംസ. എല്ലാവരും വേണ്ടതുപോലെ ആചരിക്കുക. നാളെ വൈകുന്നേരം നമുക്കിവിടെ കാണാം. നാളെ ഗുരുപൂർണിമയുടെ മഹാത്മ്യമൊക്കെ പറയാം. അത് കഴിഞ്ഞ് രാമായണം തുടരാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. എല്ലാവരും വന്ന് പ്രസാദം സ്വീകരിച്ചു. ഹരി ഓം. हरि ओम.